അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്ന് ഇമാം സാവി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നു. ഈ 6666ഓളം വരുന്ന ആയത്തുകളിൽ ഏതാണ്ട് 1000-ൽ പരം വരുന്ന ആയത്തുകൾ വിശുദ്ധമായ ഖുർആന്റെ സൂക്തങ്ങൾ ശാസ്ത്രലോകവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ചരിത്ര വിദ്യാർത്ഥികളും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വളർന്നു വരുന്ന തലമുറയും നന്നായി ഖുർആനിനെ പരിചയപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6000-ൽ പരം വരുന്ന സൂക്തങ്ങളിൽ 1000-ഓളം വരുന്ന സൂക്തങ്ങൾ, അതായത് വിശുദ്ധമായ ഖുർആനിന്റെ 1/6 ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാനാണ് അല്ലാഹു മാറ്റിവെച്ചത്. അപ്പൊ തീർച്ചയായും ഖബർ പറയുന്നത് പോലെ, മരണം പറയുന്നത് പോലെ, മഹ്ശറ പറയുന്നത് പോലെ, മീസാൻ പറയുന്നത് പോലെ, സിറാത്ത് പറയുന്നത് പോലെ, സ്വർഗം പറയുന്നത് പോലെ, നരകം പറയുന്നത് പോലെ, ലിഖാവ് പറയുന്നത് പോലെ, ഹൗലുൽ കൗസർ പറയുന്നത് പോലെ, എല്ലാം പറയുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശാലമായി ചർച്ച ചെയ്യുക. 1/6 ഭാഗത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി മാറ്റിവെച്ച വിശുദ്ധമായ ഖുർആന്റെ 1000-ൽ പരം വരുന്ന സൂക്തങ്ങൾ നമ്മളോട് പ്രതിപാദനം ചെയ്തു തന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ്, യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത ഏതെങ്കിലും ഒരു വഅദിന്റെ സദസ്സിൽ പറയാതിരുന്നാൽ അത് ഖുർആനിനോടുള്ള അപമര്യാദയായി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ പ്രഭാഷണ വേദികളുടെ ഏറ്റവും വലിയ പോരായ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയുടെ അടിത്തട്ടിലോട്ട് നാം ഇറങ്ങിപ്പോകുമ്പോഴും അതേ ഭൗതിക ലോകവുമായി ബന്ധിപ്പിച്ചിട്ട് ആത്മീയ ലോകത്തേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന, ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുക്കി നൽകുന്ന ലോകത്തോട് ഇസ്ലാമികമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നവങ്ങളായ പ്രശ്നങ്ങളെ കാലികമായി അവതരിപ്പിക്കാൻ അതേ സമൂഹത്തിനോട് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ 6000-ഓളം വരുന്ന സൂക്തങ്ങളിൽ 1000-ഓളം വരുന്ന ആയത്തുകൾ എന്തിനെക്കുറിച്ചാ? ആഖിറത്തെക്കുറിച്ചല്ല, മരണത്തെക്കുറിച്ചല്ല, അസ്റായീലിനെ കുറിച്ചല്ല, മലക്കുകളെ സംബന്ധിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 1000-ഓളം വരുന്ന ആയത്തുകൾ മാറ്റിവെച്ചത് ഈ ഭൂമിയെക്കുറിച്ച് പറയാൻ, ആകാശത്തെക്കുറിച്ച് പറയാൻ, നബൂലകളെ കുറിച്ച് പറയാൻ, താരാപഥങ്ങളെ കുറിച്ച് പറയാൻ, വാൽനക്ഷത്രങ്ങളെ കുറിച്ച് പറയാൻ, ഗാലക്സികളെ കുറിച്ച് പറയാൻ, കൊടുങ്കാറ്റിനെ കുറിച്ച് പറയാൻ, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാൻ, ഈ ഭൂമിയുടെ അവസാനത്തെ കുറിച്ച് പറയാൻ, കുളിർനിലാവ് ചൊരിയുന്ന ചന്ദ്രനെ കുറിച്ച് പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിവിധമായ വശങ്ങളെ കുറിച്ച് പറയാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ 1000-ലധികം വരുന്ന ആയത്തുകൾ തന്നെ മാറ്റിവെച്ചു എങ്കിൽ ആ സമയത്ത് കൂടി നരകത്തെ കുറിച്ച് വിവരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ആ സമയത്ത് കൂടി സ്വർഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച് പറയാത്തത് കൊണ്ടല്ല, ആ സമയത്ത് കൂടി മലക്കുകളെ കുറിച്ച് വിശദീകരിക്കാനില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവലോകത്തോട് പറഞ്ഞത്, മാനവാ, നീ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമി, നീ മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന ഈ ഭൂമിക്ക് മുഴുവനും ഒരു കുട പോലെ നിവർന്നു നിൽക്കുന്ന നീലാകാശം, ഈ നീലാകാശമൊക്കെ അല്ലാഹു സൃഷ്ടിച്ചതെന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ മിനൽ അർളി മിഥ്ലഹുന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ചറപ്പിനെ പരിചയപ്പെടുത്തുമ്പോ ആ സമയത്തൊക്കെ അല്ലാഹു പറഞ്ഞതെന്താ? ലോകത്താദ്യമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ ഇരുളടന്ന ഇടനാടുകളിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യമായി വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു പറയുകയാണ്, വായിക്കു മനുഷ്യ, വായിക്കുക, മാനവാ മാനവാ മാനവാ, വായിക്കു മാനവാ, വായിച്ചു പഠിക്കുക. ആരെയാണ് വായിക്കേണ്ടത്? മേരി ശല്ലിയുടെ കഥയല്ല, ഷേക്സ്പിയറിന്റെ നാടകമല്ല, വിക്ടർ യുഗോയുടെ റൊമാന്റിക് ഭാവനയല്ല. ആരെയാണ് വായിച്ചറിയേണ്ടതെന്നറിയുമോ? അല്ലടീ ഖലഖൽ ഇൻസാന
മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാനെ അറിയുക. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കുമ്പോ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാനവാ മാനവാ മാനവാ, നിന്നെ പടച്ച അള്ളാനെ തിരിച്ചറിയുക. അള്ളാനെ സൃഷ്ടിച്ചവനെന്ന് മാത്രമല്ല, അതേ പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ പരിധി നോക്കുക. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. വെറും 6 ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു ആരെന്നറിയുമോ? പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. 6 ദിവസം കൊണ്ട് ഈ ഭൂമിയെയും ആകാശത്തെയും പടച്ച തമ്പുരാൻ 6 ദിവസം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ പടച്ചൊരുക്കിയ അല്ലാഹു പറയുകയാണ്, ഈ ആകാശത്തെ, ഈ ഭൂമിയെ, ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചതെന്നറിയുമോ? അല്ലാഹു തന്നെ പറയട്ടെ, വമാ خلقنا السماء والأرض وما بينهما لاعبين. നന്നായിട്ട് മനസ്സിരുത്തി കേൾക്കേണ്ട വിഷയമാ. പെട്ടെന്ന് ഖുർആന്റെ ആയത്തോടുമ്പോ ആ ഖുർആന്റെ വരികൾക്കിടയിലൂടെ നടന്നു വരണേ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളെ എയിം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 6 ദിവസം കൊണ്ട് ഭുവനത്തെ പടച്ചതെന്തിന്? 6 ദിവസം കൊണ്ട് ഗഗനത്തെ പടച്ചതെന്തിന്? 6 ദിവസം കൊണ്ട് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ സർവ്വ വസ്തുക്കളെ, നാൽക്കാലികളെയും ഇരുകാലികളെയും ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള ലോകത്തിന്റെ കോടാനുകോടി ജീവിവർഗത്തെ സൃഷ്ടിച്ചതെന്തിനാ? അല്ല പറയുന്ന മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന ആകാശമുണ്ടല്ലോ, കാലിച്ച വിട്ട് നീ നടന്നു പോകുന്ന ഭൂമിയുണ്ടല്ലോ. വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചത് ലാഇബീൻ, കളിക്ക് വേണ്ടിയല്ല, വിനോദത്തിന് വേണ്ടിയല്ല, ഒരു പ്രകൃതിയുടെ വികൃതിയായിട്ടല്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ഉള്ളിൽ ആരും അറിയാത്ത രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാ? അള്ളാഹ് പറയുക, വെറുതെ ലാഇബീൻ, ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ സൃഷ്ടിച്ചതൊന്നും അല്ല. ഇതൊരു കളിയല്ല, ഇതൊരു വിനോദമല്ല. ആകാശത്തേക്ക് നോക്കിയിട്ട് വെറുതെ വിനോദസഞ്ചാരിയെ പോലെ കടൽക്കരയിലും മലന്ന് കടന്ന് നോക്കാനല്ല. കടപ്പുറത്ത് വരുന്ന അരക്ക് കീപ്പോട്ട് വസ്ത്രമില്ലാത്ത സായിപ്പിനും മദാമയ്ക്കും വൈകുന്നേരം സ്പാ കഴിഞ്ഞിട്ട് മലന്ന് കിടന്ന് ആകാശം നോക്കി രസിക്കാനല്ല. ആകാശത്തെ ഞാൻ സൃഷ്ടിച്ചതും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെ ഞാൻ സൃഷ്ടിച്ചത് ലാഇബീൻ, ഒരു വിനോദത്തിനല്ല എന്ന് ഖുർആൻ. അപ്പൊ പിന്നെന്തിനാ സൃഷ്ടിച്ചത്? ഒരു വിനോദത്തിനല്ല എന്ന് ഖുർആൻ. അപ്പൊ പിന്നെന്തിനാ? എന്താ ഇപ്പൊ എന്നെ തുറച്ചു നോക്കണേ? അപ്പൊ പിന്നെന്തിനാ? എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെയാണോ ആകാശത്തെയാണോ? ആരെയാ? ആകാശത്ത്. കാസർഗോഡ് പിള്ളേര് നല്ല പിള്ളേർ. ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും പ്രപഞ്ചമെന്ന വിഷയം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇതൊരു സാധാരണ വഅദ് പോലെ പറയാൻ കഴിയുന്ന വിഷയമല്ല. ആദ്യം മുതലേ സഹോദരങ്ങളെ, അല്ലാഹു ആകാശത്തെ പടച്ചു, അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു. ആകാശഭൂമികളുടെ ഇടയിലുള്ള ഈ ഗഗനലോകത്തെ, ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം, സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥ
അനന്തനായ നീ സർവശക്ത നിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭോ. ഈ അത്ഭുതത്തിന്റെ കവാടമായ ഗഗനലോകത്ത് ആകാശത്തെ പടച്ച് ഭൂമിയെ പടച്ച് തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമുദ്രത്തെ പിടിച്ച് പർവ്വതങ്ങളെ ഗിരിശൃംഗങ്ങളെ മാമലകളെ മാമയിലുകളെ ഈ കാണുന്ന വടവൃക്ഷങ്ങളെ ഈ കാണുന്ന പുൽക്കൊടികളെ ചരാചരങ്ങളെ നാൽക്കാലികളെ ഇരുകാലികളെ ആരും കാണാത്ത ഏകകോശ ജീവിയായ അമീബേ മാനവാ 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 നീ ആരും അറിയാതെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആമാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ലാബിന് പോയി മൂത്രം ടെസ്റ്റ് ചെയ്തപ്പെടാ റിസൾട്ട് വന്നപ്പോ പറഞ്ഞത് മൂത്രാശയത്തിൽ ഇൻഫെക്ഷനാണ്, രോഗാണുക്കൾ കടന്നുകൂടിയത്രേ, ബാക്ടീരിയ കടന്നുകൂടിയത്രേ. എതിലെയാണ് എന്റെ ശരീരത്തിന്റെ എതിലെയാണ് ബാക്ടീരിയ കടന്നുപോയത്? ആരും കാണാത്ത സ്റ്റെതസ്കോപ്പിന്റെ ഉള്ളിലെ ചലനത്തിലൂടെയോ ലബോറട്ടറിയുടെ ഉപകരണത്തിന്റെ സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണുന്ന ഏറ്റവും ചെറിയ ബാക്ടീരിയ പോലും അല്ലാഹു പടച്ചു. എല്ലാം പടച്ചൊരുക്കി വെച്ച് ഈ ഹരിതാപമായ ലോകത്ത് ഈ പച്ചപ്പരവനാരി വിരിച്ച പുൽമേടുകള്, അതിന്റെ താഴ്ഭാഗത്തുകൂടി കളകളാരവം മുടക്കിയെടുക്കുന്ന കൊച്ചരുവികള്, അതിന്റെ പ്രാന്തപ്രദേശത്ത് തലയൊത്ത് നിൽക്കുന്ന വടവൃക്ഷങ്ങള്, ആ വടവൃക്ഷങ്ങളുടെ ഇടയിലൂടെ കുതിച്ചോടുന്ന ഹിംസജന്തുക്കള്, അതിന് ചിഹ്നം വിളിക്കുന്ന കാട്ടാനകള് എല്ലാം പടച്ചു വെച്ചിട്ട് കാട്ടാനയെ പടച്ച് മയിലിനെ പടച്ച് ഉറുമ്പിനെ പടച്ച് എട്ടുകാലിയെ പടച്ച് തേളിനെ പടച്ച് സർപ്പത്തെ പടച്ച് എല്ലാം പടച്ചൊരുക്കി 7,99,999 ജീവജാലങ്ങളെ പടച്ച് ഏറ്റവും അവസാനം ഒരു വ്യാഴാഴ്ച അസർ സമയത്തിന്റെ നേരത്താണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. അള്ളാഹു മനുഷ്യനെ പടച്ചത് വ്യാഴാഴ്ച ദിവസം അസറിന്റെ സമയമായപ്പോ മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമാകുമ്പോ ആ സമയത്താണ് അള്ളാഹു പടച്ചത് ആരെയെന്നറിയുമോ? എല്ലാം അടക്കി ഭരിക്കുന്ന മനുഷ്യനെ, മനിതനെ, മനുജനെ, മനുഷ്യനെ, മാനവനെ അല്ല പറയുകയാണ്. ഒരു അസറിന്റെ സമയത്ത് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ട് അല്ല പറഞ്ഞു, മനുഷ്യ നീ കണ്ടോ ഇതെല്ലാം ഞാൻ പടച്ചതെന്തിനാ? വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. അള്ള പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം പടച്ചതെന്തിനു വേണ്ടിയാ? വെറുതെ വിനോദത്തിനല്ല. വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഇതെല്ലാം പടച്ചത് മനുഷ്യ നിനക്ക് വേണ്ടി, മാനവനെ നിനക്ക് വേണ്ടി, എല്ലാം പടച്ചത് നിനക്ക് വേണ്ടി, നിന്നെ പടച്ചതോ എനിക്ക് വേണ്ടി എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പടച്ചതെന്തിനാ? എല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യനോ അള്ളാഹു വേണ്ടി. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിനെല്ലാം അള്ളാഹു പടച്ചതെന്തിനാ? മനുഷ്യന് വേണ്ടി. അപ്പൊ ആകാശത്തെ അള്ളാഹു നിലനിർത്തുന്നതും ഭൂമി അള്ളാഹു നിലനിർത്തുന്നതും കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതും അത് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നതും ഈ നറുനിലാവ് പുഞ്ചിരി പൊടിക്കുന്നതും ഈ നക്ഷത്രങ്ങൾ വഴികാട്ടുന്നതും ഈ മന്ദമാരി തന്നെ അടിച്ചു വീശുന്നതും ഈ കൊടുങ്കാറ്റിങ്ങനെ വിറകൊള്ളുന്നതും ഈ ഭൂമി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും ഈ ഭൂമിയിൽ നിന്ന് വെള്ളം നിറകളിക്കുന്നതും ഈ ഭൂമിയിൽ സസ്യങ്ങൾ തളിരിടുന്നതും ഈ സസ്യങ്ങളിൽ ഫലവൃക്ഷാദികൾ കായ്ച്ചു നിൽക്കുന്നതും എല്ലാം ആർക്കു വേണ്ടി? ഒരേ ഒരു ജീവിക്ക് വേണ്ടി. ആര്? ആർക്ക് വേണ്ടി? മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ? അടുത്ത മഹലിലെ ആളാ? മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ? ഒന്ന് നന്നായിട്ട് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയാൻ വേണ്ടി മാത്രമല്ല, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വഅദ് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് ഒരു റിപ്പീറ്റേഷൻ അല്ല. എന്നാ പുതിയ ആ വിഷയം പറയാൻ ഞാൻ അത്ര വലിയ പണ്ഡിതനുമല്ല, ഞാൻ ഒരു പാവമാണ്. ഞാൻ വെറും ഒരു പച്ചപ്പാവുക, അത്ര വലിയ ആളൊന്നുമല്ല, വളരെ ചെറിയ ആളാ, വളരെ ചെറിയ ആളാ. ആ ബോധം എപ്പോഴും ഉണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ ബോധമില്ലേ പിന്നെ ഇബ്ലീസ് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഇബ്ലീസ് വലിയവനാണെന്ന് തോന്നിയാൽ പിന്നെ അതല്ല ഇബ്ലീസിന് പറ്റിയ ഏറ്റവും വലിയ വിഷയം. അവനവൻ തന്നെ മഹാനാക്കണ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കും. അവനവൻ തന്നെ മഹാനാക്കും. ആളുകൾ സ്വയം പറയും, ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നു. അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ആരാണ്ട് നേർച്ച? എന്റെ ആണ്ട് നേർച്ച.
അവനവന്റെ ആണ്ട് നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ തന്നെ നടത്തുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ നന്നായിട്ട് ശ്രദ്ധിച്ചേക്ക്. നല്ല വാളൊക്കെ ഞാൻ പറയാം, നല്ല ചരിത്രമൊക്കെ പറഞ്ഞുതരാം. പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ടേ പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ചരിത്രം ഞാനെന്ന് പറയാം, പക്ഷെ അത് വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആകാശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരാ? മനുഷ്യനെ കഴിയും, ആനയ്ക്ക് കഴിയില്ല. ആനയ്ക്ക് കഴിയില്ല. മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ആന ഇന്നേ വരെ ആകാശത്തേക്ക് നോക്കിയിട്ട് തുമ്പിക്കൈ ഒന്ന് പൊന്തിക്കാണിച്ചതല്ലാതെ ആനയുടെ കാല് ചന്ദ്രടി കുത്തിയിട്ടില്ല. പക്ഷെ ആംസ്ട്രോങ്ങിന്റെ കാല് കുത്തി. മനുഷ്യ പ്രപഞ്ചം നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മളെപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതാകുന്നു, അപ്പൊ ഈ പ്രപഞ്ചം തകരും. അള്ളാഹുവിന് വേണ്ടി മനുഷ്യനെന്ന് ജീവിക്കുന്നുവോ അവന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുക. അള്ളാഹുവിന് വേണ്ടി ഏത് സമയത്ത് അവൻ മാറി നിൽക്കുന്നുവോ ആ സമയത്താണ് ഈ പ്രപഞ്ചം തകരുക. അപ്പൊ മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് വിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരുക്കി. ശാഫി ബാക്കവി പറഞ്ഞത് എത്രയോ ശരിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്രയോ ശരിയാ. മനുഷ്യ നീ എത്രയോ നന്ദി കെട്ടവനാ. കാരണം എന്തെന്നറിയോ? പടച്ച റബ്ബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞതെന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു പറഞ്ഞതല്ലേ, പലപ്പോഴും ഒരായെ തോന്നിയിട്ട് നമ്മൾ നിർത്തലാപരവ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിന് മാത്രമാ, അല്ലാഹുവിനെ വണങ്ങാൻ വേണ്ടി മാത്രമാണ്. ആ വണങ്ങുന്ന മനുഷ്യന്റെ സൗകര്യാർത്ഥമാണ് ഈ ഭൂലോകത്ത് കാണുന്ന പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത്. അല്ലാഹു പറയുകയാണ്, മാനവാ മാനവാ മാനവാ, മനുഷ്യനെ മനുജനെ മാനവനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടതെന്തിനാ? മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു പിതാവ് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ആ മക്കൾ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുമ്പോ ആ സമയത്ത് പിതാവ് പറയുന്നതെന്താ? മക്കളെ, നിങ്ങളെ ഞാൻ കട്ടപ്പെട്ട് വളർത്തിയതെന്തനാ? വാർദ്ധക്യ കാലത്ത് കിടക്കുന്ന എനിക്ക് നിങ്ങൾ ഭക്ഷണം തരാന്. പക്ഷേ പടച്ചറപ്പ് പറഞ്ഞു, മനുഷ്യരെ നിങ്ങളെ ഞാൻ പടച്ചു വിട്ടത് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. ഈ ഭൂമിയിൽ പോയിട്ട് ഈ ഭൂമിയുടെ മണ്ണിന്റെ മുകളിലൂടെ നടന്ന് നിങ്ങൾ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാനല്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. നിങ്ങളെ സിദ്ധിച്ച പടച്ചറപ്പിന് ഒരു നേരത്തെ ആഹാരം തരാനല്ല. കാരണം പടച്ചറപ്പാരെന്നറിയോ? അള്ളാഹുവിന്റെ പറച്ചിലെത്ര ഗൗരവമുള്ള പറച്ചിലാ. സ്വർഗലോകത്ത് നിന്ന് ഈ ഭൂമിയുടെ പുറന്തൊലിയുടെ മുകളിലോട്ട് കിടന്നു വന്ന് ലക്ഷ്യബോധം എത്തപ്പെട്ടുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയാതെ ഈ ഭൂമിയുടെ മുകളിൽ ഏകാംഗ ജീവിയെ പോലെ ജീവിക്കുമ്പോ ഇല്ല മനുഷ്യ ഇല്ല. ആകാശം പിറന്നത് നിനക്ക് വേണ്ടി, ഭൂമി പടച്ചത് നിനക്ക് വേണ്ടി, സൂര്യൻ ഉദിച്ചത് നിനക്ക് വേണ്ടി, നക്ഷത്രം വന്നത് നിനക്ക് വേണ്ടി, എല്ലാം തന്ന റബ്ബ് പറയുകയാ. ഈ ഭൂമിയിലോട്ട് കിടന്നു ചെല്ലുമ്പോ പടച്ച എനിക്ക് വേണ്ടി നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വായു തന്ന, നിനക്ക് ആഹാരം തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് ഭാര്യയെ തന്ന, നിനക്ക് പാർക്കാനൊരു വീട് തന്ന എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നീ എനിക്ക് നൽകണ്ട. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹുവിന് നേരത്തെ ഭക്ഷണം കൊടുക്കണ്ട. കാരണം എന്തെന്നറിയോ? നിന്നെ പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ? ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹ് റാസിഖല്ലേ. വമാ മിന ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയുടെ ഭാരം പോലെ പരന്നു കിടക്കുന്ന നിസാരമായ സമുദ്രതീരത്തിന്റെ ഏഴാം കടലിൽ കിടക്കുന്ന കൊച്ചു പരൽ മത്സ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലയോ? പിന്നെ നീ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല. നിന്റെ ഒരേ ഒരു ജോലി ഏതെന്നറിയുമോ? അത് ഇബാദത്താണ്. യഥാർത്ഥത്തിലെ സഹോദരങ്ങളെ, ഈ പക്ഷികളെ പോലും അല്ല പടച്ചതെന്തിന്? ഈ
മാമരങ്ങള്, ഇക്കാണുന്ന വടവൃക്ഷങ്ങളെ അല്ലാഹു പടച്ചതെന്തിനാ? ഇബാദത്തിന് വേണ്ടിയാണെന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു എല്ലാത്തിനെയും പടച്ചതിനെ, പടച്ചറപ്പിന് നീ ഭക്ഷണമൊന്നും കൊടുക്കണ്ട. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജോലിയെ ഇബാദത്ത്, അല്ലാതെ വേറൊന്നുമില്ല. ഇബാദത്ത് എന്നില്ലാതാകുന്ന പ്രപഞ്ചം ഇല്ലാതാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം വരെ കേട്ടിരിക്കൂലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയം അത് മുഴുവനും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വെറുതെ അല്ല. അപ്പോ ഈ കാണുന്ന വൃക്ഷങ്ങൾ, വൃക്ഷവുമില്ല, ഇതൊന്നും മരം വെട്ട് കളഞ്ഞ ഇവിടെ ഒന്നും ഇല്ലേ? സ്കൂൾ ഗ്രൗണ്ടാണല്ലോ. ഒരു വൃക്ഷം ചൂണ്ടിക്കാണിക്കല്ലോ അവിടെ. അതിന് വൃക്ഷമൊന്നും പറയാം, അത് ചെടിയല്ലേ ഉള്ള. ഇവിടെ എവിടെയുള്ള ഏതൊരു വൃക്ഷം വേണ്ടതാ നിൽക്കുന്ന ഒരു കൊച്ചു ചെടി വേണ്ട, രണ്ടെണ്ണം ആ മൈതാനം. യഥാർത്ഥത്തിൽ അതിന്റെ ജോലി എന്താ? അതിന്റെ ജോലി എന്താ? ഇബാദത്ത്. മനുഷ്യൻ മാത്രമേ ഇബാദത്ത് മറന്നിട്ടുള്ളൂ, വേറെ ആരും മറന്നിട്ടില്ല. അതിന്റെ ജോലി എന്താ? الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان. മനുഷ്യ ലജ്ജിച്ച് തലതാഴ്ത്തണം. ആരടാണ്? അല്ലാഹു ചോദിക്കുകയാണ്, റഹ്മാനു അല്ലമൽ ഖുർആൻ. മനുഷ്യനെ വിശുദ്ധമായ വേദഗ്രന്ഥം പഠിപ്പിച്ച അള്ളാഹുവിനെ അറിയുമോ? ആരാണ് അല്ലാഹ് എന്നറിയുമോ? അല്ലാഹ് പറയുകയാണ്, നജുമു താരകങ്ങളും വശദറു തെരുക്കളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഇക്കാണുന്ന വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും യസ്ജുദാനി അതേപോലെ സദാസമയം സുജൂദ് ചെയ്യുകയാണെന്ന്, സദാസമയം സുജൂദ് ചെയ്യുകയാണെന്ന്. നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഈ മൈതാന മധ്യത്ത് പൊന്തിക്കാണുന്ന ഈ കൊച്ചു ചെടികൾ അതേപോലെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ സദാസമയം സുജൂദിലാ. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അഖ്റബുമായ ഖൂനിൽ അബ്ദുലില്ലാഹ് വഹുവ സാജിദ്. ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഒരടിമ പടച്ചറപ്പിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എപ്പോഴാ? വഹുവ സാജിദുൻ ലില്ലാഹ്. അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാ. അതുകൊണ്ടാ പെങ്ങളെ, ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൽ വല്ലാത്ത കണ്ണുനീരുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പറയേണ്ടത് എങ്ങനെയാ? സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയണം, മുസല്ല നനയണം കണ്ണുനീര് കൊണ്ട്. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. അവന്റെ മുമ്പിൽ തലകുനിച്ച് സുജൂദിൽ കിടക്കുമ്പോഴാ പടച്ച തമ്പുരാന് ഒരടിമയോട് ഏറ്റവും കൂടുതൽ അനുഭവം അടുപ്പം തോന്നുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ഈ പുണ്യമായ ഈ ഡിസംബർ മാസത്തിൽ 11-ാം തീയതി അഹ്മദ് കബീർ ബാക്കവി പൗര പ്രഭാഷണം നടത്തുമ്പോ, ഇന്ന് രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചിട്ട് മഗ്രിബിന്റെ ഇശാന്റെ സമയം കഴിഞ്ഞു 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത എത്ര പേരാവുള്ളത്? ഈ സുന്ദരമായ വസ്ത്രം ധരിച്ച്, ഈ സുന്ദരമായ ആരോഗ്യമുള്ള ശരീരവുമായി നന്ദി കെട്ടവനെ, നന്ദി കെട്ടവനെ, നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ നിന്റെ വഴിവക്കിൽ നിൽക്കുന്ന വൃക്ഷത്തലപ്പുണ്ടല്ലോ, വന്യജുമു വശദറു യസ്ജുദാൻ. ആ വൃക്ഷത്തലപ്പുകൾ പോലും സുജൂദില. പടച്ചറപ്പിനോട് ഏറ്റവും അടുത്ത നിലയില. മനുഷ്യ നീയാണെങ്കിലോ പടച്ചറപ്പിനോട് അകന്നു നിൽക്കുകയാ. വേണ്ട, ഒരിക്കൽ കൂടി പറയട്ടെ, പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയ വീക്ഷണം പറയുന്നതിന് മുമ്പ് സഹോദരങ്ങൾ, ഇത് വെറുതെ പറയുന്നതല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ നിത്യവിസ്മയത്തിന്റെ ഖുർആൻ പറഞ്ഞ പരമാർത്ഥം ആകാശത്തോട്ട് നീ നോക്കാത്തതെന്താ? അവലം യറൗ ഇലത്തൈരി ഫൗകഹും സഫാത്തിൻ വയഖബിൽന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ.
അള്ള ചോദിക്കുകയാ അവലം യറൗഇലത്തൈരി ആകാശത്തേക്ക് നോക്കാത്തതെന്താ ആകാശത്തേക്ക് നോക്കാത്തതെന്താ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടൊരു വാക്ക് പറയുകയാ ആകാശത്തൂടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ അള്ള പറയുകയാ ആകാശത്തിലൂടെ ചിറക് വിരിച്ചുകൊണ്ട് പാറി പറന്നു പോകുന്ന പക്ഷികൾ അള്ള പറയുന്നു കുല്ലുൻ ഖദ് അലിമ സലാതഹു വ തസ്ബീഹ ആ പക്ഷികളെപ്പോഴും സലാത്ത് ചൊല്ലുന്നുണ്ട് അവയുടെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട് അവയുടെ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട് ഇതാര് പറഞ്ഞതാ പക്ഷിശാസ്ത്രജ്ഞന്മാരുടെ വാക്കല്ല 14 നൂറ്റാണ്ട് മുമ്പ് മുത്ത് റസൂൽ ഓതുകയാണ് ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ നോക്കാത്തതെന്താ സമയവും അത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് ഭൂമിയിലൂടെ നടക്കുമ്പോ നിസ്കാരം കളാക്കുന്ന മനുഷ്യ ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിച്ചെന്ന് മാത്രമല്ല തസ്ബീഹ അത് സദാസമയവും തസ്ബീഹ് ചെയ്യുന്നുണ്ട് കാരണം എന്തെന്നറിയോ കാസർഗോഡ് ഒരു ഗൾഫിന്റെ മേഖലയാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്തെന്നറിയോ ആ പക്ഷികൾക്കറിയാം മായും സിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ ആകാശത്തൂടെ 2 ചിറകിങ്ങനെ പാറിയിട്ട് പറന്ന് നടക്കുമ്പോ ആ പറക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വീഴാത്തതെന്താ മായും സിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ തങ്ങളുടെ ശരീരം ഭൂമിയിലേക്ക് വീണു പോകാതെ പിടിച്ചു നിൽക്കുന്നത് പടച്ച തമ്പുരാന് എന്നെ സൃഷ്ടിച്ച അല്ലാഹുവാണെന്ന് പക്ഷികൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആകാശത്തൂടെ പറവകൾ പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് പറന്ന് നടക്കുമ്പോ ഓ സമയത്തൊരു പക്ഷിയുടെ ചുണ്ടിലെന്താ ആ സമയത്തൊരു പക്ഷിയുടെ ചുണ്ടിലെന്താ അൽ ഹുക്മു ലില്ലാഹി വൽ മുൽക്കു ലില്ലാഹി കൂഹേ ഹിമാലയ സാഖത്ത് കടാഹേ അൽ ഹുക്മു ലില്ലാഹി വൽ മുൽക്കു ലില്ലാഹി ആകാശത്തൂടെ പറക്കുന്ന പറവയുടെ ചുണ്ടിന് സലാത്താണ് തസ്ബീഹാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓഹേ സബ് കുച്ച് ജാനനെ വാലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം ആകാശത്തൂടെ തസ്ബീഹ് അല്ലാതെ പറക്കാൻ കഴിയോ അള്ളാന്റെ പിടിയെങ്ങാനും വിട്ടുപോയാ തങ്ങളെ താഴേക്ക് വീഴുമെന്ന് പക്ഷികൾക്കറിയാം പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കാസർഗോഡ് പൗല് പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഗൾഫിന്റെ വരുമാനം വല്ലാതെ വന്ന നാടാണല്ലോ കാസർഗോഡ് എന്തേ 2 ചിറകുകളുള്ള ഫ്ലൈറ്റിൽ ആകാശത്തുകൂടി പറന്നു പോകുമ്പോ പടച്ചിറപ്പിന്റെ തസ്ബീഹ് മറന്നു പോയതെന്താ പ്രവാസികള് ആരും പാതിരാ സമയത്ത് സഹോദരങ്ങളെ ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ലാത്ത ഇനി വരാൻ സാധ്യതയില്ലാത്ത സാക്ഷാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആകാശത്തൂടെ പറന്നു പോകുമ്പോ പക്ഷിയെ പോലെ 2 ചിറകുകളല്ലേ ആ ചിറകിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ പാതിരാ സമയത്ത് ആകാശത്തിന്റെ നിറം വീട്ടിയ മാലാഖമാർ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലിരിക്കുമ്പോ ഇത്തിഹാദിന്റെ ഫ്ലൈറ്റിലിരിക്കുമ്പോ ആകാശത്തിലെ മാലാഖമാര് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച പാതി വസ്ത്രം ധരിച്ച എയർ ഹോസ്റ്റസുമാര് വിളമ്പി കൊടുക്കുന്ന മദ്യവും കുടിച്ച് ബിസിനസ് ക്ലാസിന്റെ സോഫയിൽ ചാരിരന്ന് നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ ആരും അറിയാതെ പാതിരാ സമയത്ത് ആകാശത്തിലൂടെ കടന്നു പോകുമ്പോ ആ സമയത്ത് പക്ഷിയുടെ വിവരം പോലും നിനക്കുണ്ടായില്ലല്ലോ മദ്യപിച്ചു മതോന്മത്തനായി എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാതെ കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ എരിയുന്ന വെയിലിൽ നിന്ന് പണമുണ്ടാക്കും കുപ്പിക്ക് 100 കുടിച്ച് കിറുക്കുണ്ടാക്കും ബഹുമാനപ്പെട്ട ധനവാ ഉസ്താദ് പറഞ്ഞതുപോലെ സഹോദരങ്ങള് എത്രയോ പ്രവാസികളാണ് ആകാശത്തൂടി 2 ചിറകുപേക്ഷിച്ച് പറക്കുന്ന പറവയെ പോലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വരുമ്പോ ഇത്തിഹാദിന്റെ ഫ്ലൈറ്റ് വരുമ്പോ ഓ സമയത്ത് ഓർക്കാത്തതെന്താ മായും സിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ മംഗലാപുരം വാജ്പേയി വിമാനത്താവളം ഓർക്കാത്തതെന്താ
മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തില് എന്റെ സഹോദരങ്ങളെ ഓർക്കാത്തതെന്താ? കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PK ഹംസ സാഹിബിന്റെ പരവങ്ങാനത്ത് മഹദിന് വരാൻ വേണ്ടി നാട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ട് കോഴിക്കോട് ഫ്ലൈറ്റ് പോയി. സമയം ലേറ്റായി പോയി. പെട്ടെന്ന് തന്നെ സമയോചിതമായി ഇടപെട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ വന്ന് അവിടെ നിന്ന് മംഗലാപുരത്ത് വന്നിറങ്ങുമ്പോ മംഗലാപുരം എയർപോർട്ടിൽ വന്ന് ആദ്യമായി മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോ സഹോദരങ്ങളെ ജെറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വാജ്പേയി വിമാനത്താവളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോ ആ സമയത്ത് അറിയാതെ ചിന്തിച്ചു പോയി, അല്ലാഹുവേ അല്ലാഹുവേ. കോക്പിറ്റിൽ നിന്ന് പൈലറ്റിന്റെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് വന്നു. 15 മിനിറ്റിനപ്പുറം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പോവുകയാ. ആകാശത്തു കൂടി വിമാനം ഇങ്ങനെ പറക്കുകയാണ്. പെട്ടെന്നാണ് ആകാശത്തിന്റെ ഗട്ടറിലേക്ക് വിമാനം വീണു. പൈലറ്റ് പെട്ടെന്ന് വിമാനം താഴേക്ക് കുത്തിയിറക്കിയപ്പോ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, മരണം വരികയാണ്, അസ്റായീൽ വരികയാണ്. മലയാളത്തിന്റെ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളി വരികയാണ്. മരണത്തിന് MT കൊടുത്തൊരു വാക്കൊന്നും മഞ്ഞെന്ന നോവലില് രംഗബോധമില്ലാത്ത കോമാളി, രംഗബോധമില്ലാത്ത കോമാളി ഏത് സ്ഥലത്തും കടന്നു വന്ന് കുടുകുടാ ചിരിപ്പിക്കുന്ന കോമാളിയെ പോലെ മരണം വരികയാണ്. പൈലറ്റ് പെട്ടെന്ന് വിമാനം താഴോട്ടിറക്കുമ്പോ എന്നെയും കാത്ത ഹംസയും സുഹൃത്തുക്കളും വെളിയിൽ കാത്തു നിൽക്കുമ്പോ പെട്ടെന്ന് മനസ്സിലൊന്ന് തേങ്ങിപ്പോയി. അല്ലാഹുവേ, മുത്തം കൊടുത്ത മക്കളിനി മയ്യത്തിനാകുമോ മുത്തം തരിക? അല്ലാഹുവേ, ജീവിതം അവസാനിക്കുകയാണ്. ആ സമയത്താണ് പ്രവാസ ജീവിതത്തിന്റെ 1000 കനലുകളും കഴിഞ്ഞ് പൊന്നുമക്കളെ കാണാൻ, ഭാര്യയെ കാണാൻ വിമാനത്താവളത്തിന്റെ വെളിയിൽ ഭാര്യ മക്കളും കാത്തു നിൽക്കുമ്പോ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേക്കപ്പുറം കത്തിക്കരിഞ്ഞു പോയ പാവപ്പെട്ട നിരപരാധികളുടെ ശരീരത്തെ കുറിച്ചോട്ടപ്പോ എന്റെ സഹോദരങ്ങളെ അല്ലാഹ് പറയുകയാണ്, മനുഷ്യനല്ലാത്ത ലോകത്തിന്റെ സർവ്വ ജീവജാലങ്ങൾക്കും പടച്ച റബ്ബിനെ പേടിയുണ്ട്. പക്ഷേ മാനവാ മാനവാ മാനവാ, ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ കാസർഗോഡ് ജില്ലക്ക് തൊട്ടപ്പുറത്തല്ലേ കണ്ണൂര് ചാലയിൽ ടാങ്കർ അപകടം നടന്നത്. ആ ടാങ്കർ ഗ്യാസ് അപകടത്തിൽ 2 പേര് മരിച്ചുപോയി. ആരെന്നറിയോ? അബ്ദുൾ റസാഖ് റംലാ ദമ്പതികൾ. ആരാ അബ്ദുൾ റസാഖ് റംലാ ദമ്പതികൾ എന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിത് പറയുക. സഹോദരങ്ങളെ സഹോദരങ്ങളെ, കണ്ണൂര് ടാങ്കർ ലോറി അപകടത്തിൽ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോ കത്തിക്കരിന്ന് ചാമ്പലായി പോയി അബ്ദുൾ റസാഖ് റംലാ ദമ്പതികളാരാ? ഈ വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ സ്വീകരിക്കപ്പെട്ടു. എല്ലാ വീട്ടിലും പോയി ഇഹ്റാമിന്റെ വെള്ളത്തിന് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് എല്ലായിടത്തും പോയി ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴാ പൊട്ടിത്തെറിക്കുന്നത്, ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത്. ആ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ച് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് തീനാളത്തിന്റെ കരിമ്പുകതന്റെ പുറകിലൂടെ പാഞ്ഞു വരുമ്പോ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് ഓടുകയാ. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ടാങ്കർ ഗ്യാസിന്റെ കരിമ്പുക ഇങ്ങനെ പാഞ്ഞു വരുമ്പോ തീനാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അടുത്ത അയൽ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോ സഹോദരങ്ങളെ, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു. ആ ടാങ്കർ ഗ്യാസിന്റെ തീകോളം ഒന്ന് ശരീരത്തിലോട്ട് പടർന്നു കയറുമ്പോ, സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് തീകോളം പടർന്നു കയറുമ്പോ ഒരു നിമിഷം കൊണ്ട് കത്തിക്കരിഞ്ഞ കരിങ്കട്ടകളായി അബ്ദുൾ റസാഖ് റംലാ ദമ്പതികൾ അയൽ വീട്ടിന്റെ പടിക്കെട്ടിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ എന്ന പോലെ മരണത്തിന് കെട്ടിപ്പിടിച്ച് താഴെ വീടുമ്പോ ആ സമയത്ത് സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇഹ്റാമിന് പുതിയാൻ കൊടുത്ത വസ്ത്രം മയ്യത്തിന്റെ വെള്ളത്തുണിയായി മാറുമ്പോ ഞാൻ പറഞ്ഞതങ്ങനെയല്ല. എന്താ സംഭവം എന്നറിയോ? അപകടം കഴിഞ്ഞു നോക്കുമ്പോ അബ്ദുൾ റസാഖ് റംലാ ദമ്പതികളുടെ സ്വന്തം വീട്ടില് തീയിന്റെ ഒരു പുക പോലും ഏറ്റിട്ടില്ല. എവിടേക്കാണോ രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയത്, അയൽപക്കത്തെ വീടോട് കത്തിക്കരിഞ്ഞ് ചാമ്പലായത്, അവരുടെ സ്വന്തം വീട്ടിന്റെ ഓലക്കതിര് പോലും തീരെ പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ കുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ.
പിടികൂടുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമില്ലേ? ആ മരണം നിങ്ങളുടെ തൊട്ടുപിറകെ കടന്നു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാൻ കാസർഗോഡ് എത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പ്രപഞ്ചത്തെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്നാണോ അധമനിൽ അധമനായി നീ മാറുക, പടച്ചറപ്പിനെ മറന്നു പോവുക, പടച്ചറപ്പിനെ മറന്നു പോവുക. ആ സമയത്താണ് ലോകത്തിന്റെ പുറകിലൂടെ മരണം വരുമ്പോ ഇന്നമ ദുനിയാക ബൈത്തിൻ നസജ്തുഹുൽ അൻകബൂത്ത്, ചെലന്തി നെയ്ത് വെച്ചൊരു വിലയ പോലെയാണ്, ചെലന്തിയുടെ വല പോലെ നിശ്ചലമാണ് ദുനിയാവെന്ന്. സഹോദരങ്ങളെ, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞ, ജനങ്ങളെ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയുടെ സമൂഹത്തിന്റെ ഏകാധിപതി, സർവാധിപതി, സച്ചാധിപതിയുമാ ശദ്ദാദ്, ഓ ശദ്ദാദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞതെന്താ? ജനങ്ങളെ, 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 സാലിഹ് പറഞ്ഞത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്താലും മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം തരാമെന്നല്ലേ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളാണ് ശദ്ദാദ്. എന്തേ ശദ്ദാദ് എവിടെ പോയി? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ, ജനങ്ങളെ അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ട്. ശദ്ദാദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാലിഹ് പറഞ്ഞതെന്താ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത മരിച്ചു കഴിഞ്ഞ് സ്വർഗം തരാമെന്നല്ലേ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ദുനിയാവിൽ തന്നെ സ്വർഗം തരാം. എവിടെ ശദ്ദാദ്? കാരണം ഒരായത്ത് പറയാനാ ഞാനിത് പറഞ്ഞത്. പോയി ദുനിയാവില് സ്വർഗം പണിയാൻ കഴിയും, പക്ഷെ ആഖിറത്തിന്റെ സ്വർഗം കടിക്കാൻ പറ്റും? ദുനിയാവിലെ സുൽത്താനാവാൻ ആരെ കൊണ്ടും പറ്റും, ആഖിറത്തിന്റെ സുൽത്താനാക്കാൻ പറ്റുമോ? ദുനിയാവിലെ സുൽത്താൻ, ഇപ്പൊ കുറച്ച് ആളുകൾ പുറകിലുണ്ടെങ്കിൽ ദുനിയാവിലെ സുൽത്താനാവാം, ആഖിറത്തിലെ സുൽത്താനല്ലേ വിഷയം. ദുനിയാവിലെ സുൽത്താൻ ആർക്ക് വാകാം? ബാൽ താക്കറെ ആരായിരുന്നു? ബോംബെയുടെ സുൽത്താനായി പോയി, മണ്ണിന്റെ അടിയിലേക്ക് പോയി, മണ്ണിന്റെ അടിയിലേക്ക് പോയി. സ്വദേശവാദം പറഞ്ഞ മറാഠികളല്ലാത്തവന് ബോംബെയുടെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവന്റെ എന്ന മനുഷ്യന്റെ കാലും ഉരുകി ഈ മണ്ണിൽ തീർന്നു. എവിടെ? ഐന ഫിറൗൻ, ഐന ശദ്ദാദ്, ഐന ഖാറൂൻ, ഐന ഹാമാൻ. പോയി മോനെ, ഈ നെഞ്ചുവിരിയൊന്നും ഇവിടെ നടക്കും, അവിടെ നടക്കൂല, അത് ഇവിടെ നടക്കും. ഇതിനൊക്കെ അവസാനമുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ തരുമ്പോ ഇമ്മാതിരി അങ്ങോട്ട് ചവിട്ടി തെറിപ്പിക്കരുത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, യംശൂന അലൽ അർദി ഹൗന, ഇത്തിരി മാന്യമായിട്ടൊക്കെ ജീവിക്കുക, ഇത്തിരി മാന്യമായിട്ടൊക്കെ നടക്കുക, ഇത്തിരി മാന്യമായിട്ടൊക്കെ നടക്കുക. മനുഷ്യ, ഇതെല്ലാം നിനക്ക് വേണ്ടിയാ, പക്ഷെ ഇതെല്ലാം ഒരിക്കൽ നീ കാരണത്താൽ തകരും. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നിയമം അള്ളാഹു മാറ്റുന്നതും ഈ മനുഷ്യന് വേണ്ടിയാണ്. മാറ്റുന്നതും അള്ളാഹു ഈ പ്രപഞ്ചത്തെ തകർക്കുന്നത് മനുഷ്യൻ കാരണത്താലാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തെ മാറ്റുന്നത് മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? ഇന്ന് അവസാനിക്കുന്നില്ല. മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹ് ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ മനസ്സുകൊണ്ട് കഴിഞ്ഞു, അള്ളാഹു പ്രപഞ്ചത്തിന്റെ നിയമം അവന് വേണ്ടി മാറ്റിത്തരും, അവൾക്ക് വേണ്ടി മാറ്റിത്തരും. ആർക്ക് വേണ്ടി? സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തിലെ ഒരു നിയമം, അള്ളാഹ്ക്ക് പ്രപഞ്ചത്തിലൊരു നിയമം ഉണ്ടല്ലോ, ആ നിയമം അള്ളാഹു മാറ്റിത്തരും. പക്ഷെ അള്ളാഹ്ന്ന് വിളിക്കാൻ കഴിയണം. എങ്ങനെ വിളിക്കാൻ കഴിയണം? എങ്ങനെ വിളിക്കാൻ കഴിയണം? അള്ളാന്ന് എല്ലാരും വിളിക്കും. അള്ളാന്ന് വിളിക്കാത്ത ആരേലും ഉണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെ കാസർഗോഡ് തൊട്ടടുത്തല്ലേ, കണ്ണൂർ ജില്ലയിലെ അടുത്ത്, കണ്ണൂരിൽ നിന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട്, സിനിമാ നടി, നമ്മുടെ ആള് തന്നെയാ. അറിയില്ല ആളെ? ഇല്ലേ? നിങ്ങൾക്കറിയില്ല ആളെ? ഇല്ലേ? പാവം, കഷ്ടം, ഒന്നും കാണാത്ത ആളുകൾ. എന്റെ പ്രിയപ്പെട്ട, ഈ അടുത്ത സമയത്ത് പത്രത്തിൽ ഇത്രയും വലിയൊരു ഫോട്ടോ നോക്കാൻ കൊച്ചുണ്ട്. അത് തന്നെ ഷംന കാസിം എന്നൊക്കെ ചിലപ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാളൂ. അമ്മാതിരി ഒന്നും പോവണ്ട. ഇത്രയും വലിയൊരു ഫോട്ടോ, അതിനകത്ത് ആ പെൺകുട്ടി ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു, പാതി വസ്ത്രമുള്ള, അരക്കിപ്പോട്ടില്ല. അപ്പൊ പത്രലേഖകർ ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ ഈ വേഷത്തിൽ അഭിനയിക്കുമ്പോ ഈ പുരോഗമനവാദികളായ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരിന്നൊക്കെ എതിർപ്പുണ്ടാവൂലേ?
ഈ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഞാന് ഷാവി വാക്കവി നമ്മളൊക്കെ ഉൽപ്പതിഷ്ണുവാണ്. വേറെ കുറെ മൂല്യാക്കന്മാരുണ്ട്. അവര് പറയും മക്കനെ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരാൾ 10 കൊടുത്തൊരു പള്ളിയിലേയും ആളെയൊന്നും ഞാൻ പറയണില്ല. പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി പറഞ്ഞിട്ട് കള്ളു കുടിക്കാൻ നടത്തും. അല്ല പിന്നെ അതിന്റെ അർത്ഥം എന്താ? നീ കള്ളു കുടിച്ചോ കുഴപ്പമില്ല, ആദ്യം ഒരു ബിസ്മി പറഞ്ഞാൽ മതി എന്നല്ലേ എന്റെ അർത്ഥം. അയാളും 10 കൊടുത്തു. മുഫ്തികളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകളാണ്. അയാൾ തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു പള്ളി, വേറെ ഞാൻ പറഞ്ഞില്ല, അവിടെ പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പെൺകുട്ടികൾ പങ്കെടുത്ത പ്രശ്നമൊന്നും ഇല്ലാന്നായി. ആ കുട്ടിയോട് സിനിമാ നടിയോട് ചോദിച്ച് ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിതൊന്നും സമ്മതിക്കൂലല്ലോ, നിനക്ക് എതിർപ്പില്ലേ? അപ്പൊ ആ സിനിമാ നടി പറഞ്ഞറിയോ, എന്നെ എതിർക്കാൻ എന്താ കാരണം? ഞാൻ നല്ല മുസ്ലിമാ, ഞാൻ നല്ല മുത്തക്കിയാണ്. എന്താ പറയാ, ഞാൻ എന്ന് ഷൂട്ടിങ്ങിന് പോയാലും ഒരു ദിവസം ഖുർആൻ ഞാൻ മുടങ്ങാതെ ഓടും. റമദാനി മുഴുവൻ ഞാൻ നോമ്പും പിടിച്ച് 28 നോമ്പ് പിടിച്ച് 2 എണ്ണം പിടിക്കാൻ മതി. ആരൊക്കെ കീപ്പോട്ട് തുണിയില്ലാതെ ഒരു പെണ്ണിരുന്ന് ഖുർആൻ ഓതിയിട്ട് കാര്യം എന്താ? അതും തഖ്വയാണ്, അതും ഈമാനാണ്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? റിയാലിറ്റി ഷോയിൽ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി. മലബാറിൽ റിയാലിറ്റി ഷോയിൽ മലബാറിലെ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി. നമ്മുടെ തെക്കൻ പ്രദേശത്തേക്ക് ആ പെണ്ണുങ്ങളില്ല. അല്ല അങ്ങനെയല്ലേ? നമ്മുടെ തെക്കൻ നാട്ടിലോട്ടുള്ള പെണ്ണുങ്ങൾ അങ്ങനെ റിയാലിറ്റി ഷോയിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ഓർക്ക് അവർക്ക് നരകത്തെ പേടിയാ തക്കവയുള്ളത് കൊണ്ടാണ്. അല്ല, SMS അയച്ചിട്ട് കിട്ടിയില്ല. അല്ലാതെ നരകത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചിട്ടോ ഒന്നുമല്ല. അവര് പരമാവധിയൊക്കെ പയച്ചു നോക്കി. അപകടമാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനും പ്രപഞ്ചവും എന്ന് പറയുമ്പോൾ വെറും ഒരു സയൻസ് മാത്രമല്ല, ഈ ഭൂമിയും ഈ ആകാശവും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വബോധം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ അപകടമാണ്. അമേരിക്കയിൽ ആഞ്ഞടിച്ച സാൻഡി ചുഴലിക്കാറ്റിനെ അറബിക്കടലിന്റെ തീരം കടത്തി ഇങ്ങോട്ടെത്താൻ അള്ളാഹ്ക്ക് വലിയ സമയമൊന്നും വേണം. ആണോ? അമേരിക്ക എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളെ കിടുകിടാ വിറപ്പിച്ചവൻ കിടുകിടാ വിറച്ചു പോയത് സാക്ഷാൽ ബറാഖ് ഹുസൈൻ ഒബാമ പോലും പറഞ്ഞില്ലേ, ഈ പ്രകൃതി ദുരന്തത്തിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ? സാൻഡി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവനെ വിറപ്പിക്കാൻ അള്ളാഹ്ക്ക് ഒരു നിമിഷം വേണ്ടി വന്നു. ലോക പോലീസിനെ വിറപ്പിക്കാൻ കുറെ പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ തംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഖുർആൻ ഈ ആയത്ത് ഏത് സൂറത്തിലാ? മുൽക്ക്. നല്ല കുട്ടികൾ, അള്ളാഹു നല്ല ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്താ സൂറത്തുൽ മുൽക്ക്? ആര് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ മുൽക്ക് ഓതുന്നുവോ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും വിഷമങ്ങളും ഉണ്ടാവില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അള്ളാഹു പറയുകയാണ്, ഹുവല്ലദീ, അള്ളാഹു ആരെന്നറിയുമോ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രപഞ്ചത്തിലെ ഒരു ഗോളം, ഏത് ഗോളം? ഈ പ്രപഞ്ചം, ഖുർആനും പ്രപഞ്ചവുമാണ്. ആ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗോളം മാത്രം എടുക്കാൻ, ബാക്കി ഗോളങ്ങളെ വിടുക. ബാക്കി എത്ര ഗോളമുണ്ട്? ഈ പ്രപഞ്ചത്തിൽ ഏതാണ്ട് 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സികളിലും 20,000 കോടി മുതൽ 80,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്ര സമൂഹത്തിലെ ആ ഗാലക്സിയിലെ ഒരേ ഒരു ഗാലക്സിയാ ക്ഷീരപദം മിൽക്കി വേ. ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ മിൽക്കി വേ. ആ മിൽക്കി വേയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ വിശാല വിസ്തൃതയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു ഖുർആനും പ്രപഞ്ചമെന്ന വിഷയം അഹമ്മദ് കബീർ എങ്ങനെയാ പറയുക? വളരെ വിശാലമായ
വിശാലമായ പ്രപഞ്ചമല്ലേ, കോടാനുകോടി 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സിയുടെ വലിപ്പം എത്രയാണെന്നറിയോ? ആ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യനെങ്ങാനും സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ 4,000 കോടി പ്രകാശവർഷം കഴിഞ്ഞ് അവരതിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ സഹോദരങ്ങളെ ആ ഗാലക്സിയുടെ വലിപ്പം എന്താ? ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിൽ എത്ര ഗോളങ്ങളുണ്ടെന്നറിയോ? ആ ഗാലക്സിയിലെ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിലെ ഗോളങ്ങളെ മുഴുവനും ഒരു സെക്കൻഡിൽ 1 എന്ന എണ്ണം വെച്ച് ഒരു മനുഷ്യനെങ്ങാനും എണ്ണാൻ തുടങ്ങിയ 3,000 പ്രകാശവർഷം കഴിഞ്ഞ് ആ ഗോളങ്ങളെ എണ്ണിത്തീരുകയുള്ളൂ എങ്കിൽ, ആ ഗോളങ്ങളെ 3,000 വർഷം കഴിഞ്ഞ് എണ്ണിത്തീരുകയുള്ളൂ എങ്കിൽ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മനുഷ്യന് കഥയെന്ത് കണ്ടു? സഹോദരങ്ങളെ, ഇങ്ങനെ കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗോളമായ ഭൂമിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പാതിരാ സമയത്ത് നമ്മുടെ ജീവിതമെന്ന് മാറ്റം വരുത്താൻ ഈ ശപിക്കപ്പെട്ട അധപതനത്തിന്റെ ദിനരാത്രങ്ങളോട് സലാം പറയാൻ പൊന്നു ചെറുപ്പക്കാരെ, ആകാശത്തെയും ഭൂമിയെയും കൈവെള്ളയിലിടുന്ന മുത്തക്കിയായ മനുഷ്യനായി മാറാൻ അല്ലാഹ് പറയുകയാണ്. കോടാനുകോടി ഗോളത്തിൽപ്പെട്ട ഭൂമിയില്ലേ, ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ. ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ. നമുക്ക് തന്നെ അറിയാമല്ലോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഭൂമിക്ക് 3 രീതിയിലുള്ള കറക്കമുണ്ട്. അതോടൊപ്പം തന്നെ സ്പേസിലൂടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഭൂമിക്ക് എത്ര കറക്കമുണ്ട്? ഭൂമിയെ മാത്രം അറിയാം. ഭൂമിയുടെ 3 ഗുണങ്ങൾ ഖുർആൻ പറയുന്നത് ഇൻഷാ അല്ലാഹ് നാളെ. ഇന്ന് കുറച്ച് ഖുർആന്റെ കഥ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലോട്ട് കടക്കുക. ബോറടിക്കുന്നില്ലല്ലോ? മനസ്സിലാവണല്ല? പോതളങ്ങ. ഭൂമിക്ക് 3 കറക്കമുണ്ട്. എത്ര കറക്കം ഞാൻ പറഞ്ഞ ഇത് പെട്ടെന്ന് പറഞ്ഞു. സിനാനെ നീയാണ് വിഷയത്തെ ഖുർആനും പ്രപഞ്ചവും. ഭൂമിക്ക് എത്ര കറക്കമുണ്ട്? ഒരായത്ത്, സൂറത്തുൽ മുൽക്കിലെ ഒറ്റ ആയത്ത്. ശ്രദ്ധിക്കുക സഹോദരനെ, ഖുർആൻ പഠിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം പഠിച്ച ഖുർആനീന്ന്. വിക്ടർ യുഗോ നാടകം ഉണ്ടാക്കിയത് ഖുർആനീന്ന്. വിക്ടർ യുഗോടത്തെ പൂവേഴ്സ് എന്ന് പറയുന്ന നാടകമുണ്ട്. ആ നാടകം സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരന്റെ കഥയാ. എത്ര പേർക്കറിയാം? വിമാനം കണ്ടുപിടിച്ച ഖുർആന്റെ ആയത്തോതിട്ട്, സൂറത്തുൽ മുൽക്കിന്റെ ആയത്തോതിട്ട് എത്ര പേർക്കറിയാം? വിമാനത്തെ കയറി ഇരുന്നിട്ട് കള്ളു കുടിക്കാറ്. ആകാശത്തിലെ മാലാഖ എയർ ഹോസ്റ്റസ്. എന്താ കഥ! ഞാൻ ഖത്തറിൽ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഖത്തറിൽ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ്, ബിസിനസ് ക്ലാസ്സിൽ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാവൂ? ആളുകൾക്ക് ഒരുമാതിരി ചൊറിച്ചിൽ, അച്ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. അതൊന്നും വേണ്ട സഹോദരങ്ങളെ. ഒരു കാര്യം ഉറപ്പ്, ഈ കാസർഗോഡോ അല്ലെങ്കിൽ കേരളത്തിലോ 40 വർഷം പകൽ പറയാൻ ഗ്യാരണ്ടി ഒന്നുമില്ല മക്കളെ. ഇതൊരു ട്രെൻഡാ. ഇപ്പൊ അഹമ്മദ് കബീർ വാക്കവി, നൗഷാദ് വാക്കവി, ഇതൊരു ട്രെൻഡാ. ഒരു കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. പിന്നെ അടുത്ത ആള് വരും. എന്താ കരുതിയത്? എല്ലാ ദിവസവും ഇപ്പൊ ആധാരവും മേടിച്ചിട്ട് ഇവിടെ കിടക്കാന്ന്. ഇതിപ്പോ ഒരു ട്രെൻഡ്. അഹമ്മദ് കബീർ വാക്കവി, നൗഷാദ് വാക്കവി. കുറെ കഴിയും ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ചാവി വാക്കി ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ പോയി. നമ്മൾ പോകും കുറച്ചു കാലത്ത്. അല്ലാതെ വന്നിട്ട് കഥ കടക്കി ആട്ടി നമ്മുടെ ശൈലിയല്ല. പിന്നെ ഈ പ്രസംഗത്തിന് ഡേറ്റ് ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോ അത് ചില പിള്ളേർക്ക് ഒരു ശൈലി അറിയാം. അവൻ നാട്ടിലൊരു പെണ്ണിനെ ലൈനടിക്കും. അവൻ അവളുടെ പുറകെ കുറെ നടക്കും. അപ്പൊ അവന് തേനെ, പാല്, ചക്കര, നീ നറുനിരാവല്ലേ എന്നൊക്കെ ചോദിച്ച് നടക്കും. അവന് കിട്ടാതെ ആ പെണ്ണിനെ വേറൊരുത്തം വന്ന് കെട്ടാൻ കല്യാണം തീരുമാനിക്കും. പിന്നെ ഇവനെന്ത് ചെയ്യും? ആ കല്യാണം മുടക്കും. എനിക്ക് കിട്ടാത്ത വേറെ ആൾക്ക് കിട്ടണ്ട. പിന്നെ ആ പെണ്ണിന്റെ, ഇവൻ കല്യാണം ആലോചിച്ച പെണ്ണിനെ ഇവന് കെട്ടിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന്റെ കല്യാണം നടക്കാൻ ഇവൻ ലോകത്ത് സമ്മതിക്കൂല. പിന്നെ അവൻ പറയും, ആര് കെട്ടാൻ പോണ? ഇങ്ങനെ ഒരു പെണ്ണി നാട്ടിലില്ല. അവളെ അവൻ കെട്ടാൻ പോണ. അത്രയും നാളും തേരെ ചക്കരയെന്ന് വിളിച്ചവൻ ആരായി? ആ പെണ്ണിന് കുഴപ്പമുണ്ടായിട്ടല്ല. പിന്നെ അവന് കിട്ടാത്തോണ്ടുള്ള വിഷമമാണ്. ആ വിഷമാണ് ഇവിടെ പത്രത്തിൽ പോകുന്നത്. അവന് കിട്ടാത്തോണ്ടുള്ള വിഷമം, അല്ലാതെ പെണ്ണിന് കുഴപ്പമുണ്ടായിട്ടല്ല. ആ വിഷമം അങ്ങനെയൊക്കെ. അത് പോട്ടെ, നായ കുരയ്ക്കട്ടെ, കച്ചവട സംഘം മുമ്പോട്ട് പോകട്ടെ. നായ കുരയ്ക്കട്ടെ, സ്വാർത്ഥവാഹ സംഘം മുമ്പോട്ട് പോകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനാനും നൗഷാദൊക്കെ സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്നാണല്ലോ. നിങ്ങൾ ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ റൂമിന്റെ മുകളിൽ എത്ര മണിക്കൂർ
വെള്ളിയാഴ്ച സെൻട്രൽ ജുമാ മസ്ജിദിൽ ഞാൻ എത്തുന്നത് 9 മണിക്ക് അല്ലെ 10 മണിക്ക് ചിലപ്പോൾ. ആകെ എന്റെ മക്കളുടെ കൂടെ. ഏതായാലും അൽഹംദുലില്ലാഹ് എനിക്ക് വലിയ, ഞാൻ പറയാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ, എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ 34 വയസ്സിന്റെ ഉള്ളില് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ എന്നെ ഈ പരവങ്ങാനത്തെ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സുഹൃത്ത് ഹംസ, മലബാർ ഗോൾഡിന്റെ ഹംസ അവിടെ വന്നു. വേങ്ങരയിലാണ്, മലപ്പുറം വേങ്ങര. അവര് കാറ് നിർത്തിയിട്ട് 45 മിനിറ്റ് നടന്നിട്ടാണ് സ്റ്റേജിൽ എത്തിയത്. 25,000 മുതൽ ആൾക്കൂട്ടം. ഹംസ പറഞ്ഞത്, എന്താ ഉസ്താദേ ഇത്? 34 വയസ്സിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ തന്നെ എനിക്കൊരു സങ്കടം ഉണ്ടെന്നത് എന്റെ മക്കളെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. ആകെ ഒരാഴ്ച കിട്ടുന്ന വ്യാഴാഴ്ച. ശനിയാഴ്ച അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി 600 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഹംസ മിനിങ്ങാന്ന് തിരുവനന്തപുരത്ത് വന്ന് എന്നോട് പറഞ്ഞു, പൊന്നുസ്താദ് ഇനി ഞാൻ കാറി തിരുവനന്തപുരത്ത് വരൂല, വന്നു നോക്കണോ. ഇവിടെ നിന്ന് കാർ ഓടിച്ച് ചാവിച്ച ഫോർച്യൂണറൊക്കെ എടുത്തല്ലോ, ഒന്ന് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ വന്നിട്ടൊന്ന് തിരിച്ചു വന്ന് നോക്കാം. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ വന്ന അരമണിക്കൂർ കിട്ടില്ല വിശ്രമിക്കാൻ, വന്ന് പകല് പറയണം, തിരിച്ചു പോകണം. അപ്പോ ഞാൻ എന്റെ മക്കളെ എനിക്ക് ആകെ കിട്ടുന്ന വ്യാഴാഴ്ച. അത് രാവിലെ എത്തും വീട്ടിൽ, ഉച്ചവരെ കിടന്നുറങ്ങും. കുട്ടി സ്കൂൾ വിട്ട് വന്നിരുമ്പോ ആകെ കിട്ടുന്നത് ഇപ്പൊ മക്കൾക്ക് വാപ്പ ഒരു പരദേശിമാതിരി. ഇപ്പൊ നാളെ കഴിഞ്ഞ് എന്റെ ഇളയ മോന്റെ ബർത്ത്ഡേ ആണ്. അവൻ ഇന്നേ വിളിച്ച് കരയാൻ തുടങ്ങി. എത്താൻ പറ്റില്ല, എനിക്ക് കുട്ടിയുടെ കൂടെ ഉണ്ടാകണം, അവന് സന്തോഷം ഉണ്ടാകുന്ന സമയത്തല്ലേ. ഇതൊക്കെ നഷ്ടപ്പെട്ടും പിന്നീടും ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഞാൻ അവിടെ എത്തുമ്പോ ഏറ്റവും കുറഞ്ഞൊരു 50-100 പേരുണ്ടാവും ഡേറ്റിന് വന്നവർ. ഈ വന്ന എല്ലാവരെയും കൂടെ റൂമിലോട്ട് കയറ്റാൻ പറ്റും. അപ്പൊ ഓരോരുത്തരായിട്ട് കയറും. ഇവര് വന്നിട്ട് 1.5 മണിക്കൂർ ഇവര് വെളിയിൽ നിന്ന്, റൂമിന്റെ വെളി ഓരോരുത്തരായിട്ട് വരും, ഡേറ്റ് കൊടുക്കും. 4 മാസത്തിന് മുമ്പ് എല്ലാ ഡേറ്റും തീർന്നു. ഇവിടെ നിന്ന് ഏതോ കാഞ്ഞങ്ങാടെന്ന് കുറെ ആളുകൾ വന്നു. അവര് വന്ന് കണ്ടു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല. ഈ ചോദിച്ച എത്രയോ ആളുകളോട് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അവര് ജുമാ നമസ്കരിച്ചു. ജുമാ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്നു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല. അവസാന ഉസ്താദ് ഒരു ദിവസമെങ്കിലും, ഞാൻ പറഞ്ഞു ഒരു ദിവസം എങ്ങനെയാ കാസർഗോഡ് ഇങ്ങനെ വരിക? പറ്റില്ല, കഴിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഉസ്താദെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത്. ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം വലിയ സാധനം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഏയ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ ഫ്ലൈറ്റിന് 1,200 രൂപയുള്ളൂ. കാറിൽ വന്നാൽ 7,000 രൂപയാവും. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാന്ന് പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താലും മംഗലാപുരത്തേക്ക് ഇല്ലല്ലോ. പോയി. പിന്നീട് നൗഷാദ് വാക്കവിടെ അടുക്കൽ പോയി. ആ പാവപ്പെട്ട ഭാര്യയും മക്കളും ഒന്നും ഇല്ലാതെ സ്വന്തം കൈ കണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് 1/2 മണിക്കൂർ ഇരുന്നു. അയാൾക്ക് വിഷമമുണ്ടായപ്പോ പോകാൻ നേരത്ത് പിന്നെ കഥ കടക്കാതിരിക്കാൻ പറ്റുമോ? കഥ കടച്ചില്ല പിന്നെ കള്ളം കയറില്ലേ? അത് പിന്നീട് ഒരു പത്രത്തിലൊക്കെ പ്രതികരണമായിട്ട് എഴുതുക. ഇതിന്റെ താഴെ എഴുതിയ തമാശയാണ് എനിക്ക് വല്ലാതെ. ഒരു ഭാഗത്തും ദീനീ സ്നേഹമുള്ള ചെറുപ്പക്കാരും അവരൊന്നും കാണേണ്ടതായിരുന്നു. അവർ ഈ ദീനീ സ്നേഹം കാണേണ്ടത്. ഇതൊക്കെ ഒരു വളരെ മോശമായ പരിപാടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാം, അല്ലെങ്കിൽ പറയാം. ഞാൻ എത്രയോ നാളുകൊണ്ട് കാസർഗോഡ് വാതിലും ഞാൻ അന്നും ഇന്നും ഇന്നോവയിലാ വരുന്നത്. ഇന്നോവ ഒരു ആഡംബര വാഹനമാണെന്ന് ഇപ്പോഴാണ് തോന്നിയത്. ഈ ആളുകളുടെ ധാരണ എന്താ അറിയോ? പള്ളിയിലെ മുരിയാർ ഇപ്പോഴാ പഴയ സൂപ്പർവൈസൊക്കെ മുക്കി ഒരു കരയില്ലാത്ത മുണ്ടൊക്കെ കൊടുത്ത് ഒരു മൗലു കിതാബും കയ്യിൽ വെച്ച് അവന്റെ വീട്ടിൽ പോന്ന് ഓടി തരട്ടെ 20 രൂപ തരുമോ എന്ന് ചോദിക്കണം. ആ പഴയ ശൈലിയിൽ തന്നെ നിൽക്കണം. പള്ളിയിലെ ഖത്തീബ് നല്ല വസ്ത്രം ധരിച്ച, നല്ല വാഹനത്തിൽ നടന്ന, പിന്നെ ഒരു വലിയ വിഷയം. പക്ഷെ എത്രയോ നല്ല സഹോദരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് PKK ബാബാ സാഹിബിന്റെ അവിടെ പരിപാടിക്ക് പോയി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ നിങ്ങൾ കാറിൽ യാത്ര ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നാലേ വാതിന് പോകാവൂ, ഇത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്യരുത്, ചുമക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളുണ്ട്. PKK ബാബാ സാഹിബ് മുൻ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു ഉസ്താദെ നിങ്ങൾ ഫ്ലൈറ്റിലെ യാത്ര ചെയ്യോ? കോഴിക്കോടൊക്കെയാണ് ഫ്ലൈറ്റിലെ വരാം. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണ്ണിന്റെ മുകളിൽ ജീവിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഇത് ആർക്ക് ശാശ്വതമായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഭൂമിക്ക് 3 രീതിയിലുള്ള കറക്കമുണ്ട്. എത്ര കറക്കം? ഒന്ന് സ്വയം കറങ്ങും. സ്വയം അച്ചുതണ്ടിൽ എത്ര പ്രാവശ്യം? 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങും. അതോടൊപ്പം തന്നെ സൗരയൂഥത്തില് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവണ്ട, വല്ല നിലവിളക്കിന്റെ കഥയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സൗരയൂഥത്തില് സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങും. 2 മൂന്നാമതൊരു കറക്കമുണ്ട്. ഈ സൂര്യനോട് കൂടെ തന്നെ സ്പേസിന്റെ ഉള്ളിൽ, ഇവ സഞ്ചരിക്കുന്ന സ്പേസിന്റെ ഉള്ളിൽ നക്ഷത്രാന്തര ലോകത്തിൽ ഈ സൂര്യനും ഭൂമിയും ഈ കിടങ്ങുന്ന ഗ്രഹങ്ങളും മുഴുവനും ഒന്ന് ചുറ്റി വരുന്നു. ഗാലക്സി. ഓക്കെ ഗാലക്സി ട്രൂ. 3 കറക്കമുണ്ട് സൂര്യന്, ഭൂമിക്ക്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ 3 ഭാഗത്തേക്ക് കറങ്ങുന്നു. ഒരേ ദിശയിലല്ലല്ലോ ഇത് കറങ്ങുന്നത്, വ്യത്യസ്തമായ ദിശയിൽ ഒരേ സമയത്ത് 3 രീതിയിൽ കറങ്ങുന്ന ഒരു ഗോളത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളും കറങ്ങണ്ടേ?
കറങ്ങണോ വേണ്ടേ? ഒന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്ക്. ഒരേ സമയത്ത് 3 ദിശയിലേക്ക് ഒന്നിച്ച് കറങ്ങുന്ന ഒരു ഗോളത്തിന്റെ മുകളിലാ നമ്മൾ ഈ കാലിച്ച വിട്ടിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കറങ്ങണ്ടേ? നമ്മൾ കറങ്ങുന്നുണ്ടോ? ഉണ്ടാ കറങ്ങണുണ്ട? ആ കറങ്ങണ 7 മണിക്ക് മറ്റേ പാമ്പ് ഇറങ്ങണല്ലേ, ആ കറക്കമല്ല അത്. പിന്നെ അതടിച്ചാ പിന്നെ കറങ്ങിയേ പറ്റൂ. കറങ്ങുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ ഈ ഭൂമി കറങ്ങുന്ന ഒരു സാധനമാണ്. ഭൂമി إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها. അള്ള പറയുകയാണ്, ലോകാവസാനം വരുമ്പോ, ഖിയാമത്ത് നാൾ വരുമ്പോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഭ്രാന്ത് പിടിച്ചതുപോലെ കറങ്ങാൻ തുടങ്ങും. എപ്പോഴാ ഭൂമി കറങ്ങുക? 3 രീതിയിൽ കറങ്ങുന്ന ഭൂമി. 1,40,00,000 മൈൽ ഒരു ദിവസം ഭൂമി കറങ്ങുന്നുണ്ടെന്നാ പറയുക. സഹോദരങ്ങള്, 1,40,00,000 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന നമ്മളും അതേപോലെ കറങ്ങി സഞ്ചരിക്കേണ്ടവരല്ലേ? അള്ള പറയുന്നു, ഇല്ല ഇല്ല. ആദ്യം ഞാനോതി ആയത്തിലോട്ട് കടന്നു വരിക. അള്ള എല്ലാം പടച്ചത് മനുഷ്യന് വേണ്ടിയല്ലേ? അള്ള പറയുകയാണ്, ഹുവല്ലദീ, അള്ള ആരെന്നറിയുമോ? അല്ലദീ ജഅലലകുമുൽ അർള ദലൂലാ, ഈ കറങ്ങിത്തിരിയുന്ന ഭൂമിയെ, ഈ തുള്ളിച്ചാടുന്ന ഭൂമിയെ, ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ പാഞ്ഞു പോകുന്ന ഭൂമിയെ ഇണക്കമുള്ള ഒരു വേട്ടമൃഗത്തെ പോലെ നിങ്ങൾക്ക് ഞാൻ അതീശപ്പെടുത്തി തന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആനിനെ പാടെ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ഹെലൻ കല്ലറുടെ മേരി ശല്ലിയുടെ പൈങ്കിളി സാഹിത്യത്തിന്റെ പുറകെ പാഞ്ഞു പോയ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കാസർഗോഡിലെ ഉമ്മമാര്, സന്ധ്യാസമയമാകുമ്പോ ലോകത്തുള്ള തൊലിവെളുത്ത പെണ്ണിന്റെ അവസരപ്പക കഥ പറയുന്ന ആയിരക്കണക്കിന് ആവാസത്തിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, സന്ധ്യാസമയത്തിരുന്നിട്ട് അള്ളാന്റെ ഖുർആന്റെ ഒരായത്ത് പഠിച്ച പൊന്നുമോളെ മറന്നു പോകുമോ? അള്ളാനെ മറക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ അപജയത്തിന്റെ അപ്പോസ്തലന്മാർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ റിയാലിറ്റി ഷോയിൽ ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നിത്തന്റെ വിട്ടിപ്പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, മലബാർ പ്രദേശം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമേടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പർദ്ദയിട്ട പെണ്ണുങ്ങൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോ അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞതെന്താ? കുല്ലു അംരിന മുആഫാ ഇല്ലാ മുജാഹിരീ. ഏത് പാപം ചെയ്താലും അല്ല പുറത്തു വരും. പക്ഷേ ഏത് പാപം ചെയ്താലും തൗബ ചെയ്താലല്ല പുറത്തു വരും. പെങ്ങള് തൗബ ചെയ്താൽ പോലും പടച്ചറപ്പ് പൊറുക്കാത്ത ചില പാപമുണ്ട്. അതിൽപ്പെട്ട ഒരു പാപമാണ് ഇല്ലേ മുജാഹിരീ. ഭാര്യയും ഭർത്താവും മാത്രം അറിയേണ്ട മണിയര രഹസ്യം മറ്റൊരാളോട് പറഞ്ഞു പോയാ പടച്ചറപ്പ് പോലും അത് പുറത്തു തരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓർത്തുകൊള്ളുക, ഭാര്യ ഭർത്താക്കന്മാരുടെ മണിയര രഹസ്യം മൂന്നാമതൊരാളോട് പറഞ്ഞു പോയാ അള്ള പോലും പുറത്തു തരില്ലെന്ന് പറഞ്ഞ മഹാപാപമല്ലേ? ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വനിതാ റിയാലിറ്റി ഷോയിൽ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താക്കന്മാര് കൂത്താടുമ്പോ പാത്രം കഴുകുന്നതും മീൻ വെട്ടുന്നതും ഇറച്ചി വെട്ടുന്നതും കൊച്ചിനെ കുളിപ്പിക്കുന്നതും കക്കൂസ് കഴുകുന്നതും ലൈവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാരറിയാറ് മണിയറയുടെ കട്ടിലിന്റെ ഉള്ളില് രഹസ്യകാമറ കടന്നു പോകുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ജീർണതയുടെ അധപതനത്തിന്റെ അധമഭാവ തലത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ അതിൽ പെട്ടുപോയ മുസ്ലിം ഉമ്മ അള്ളാന്റെ സ്വർഗത്തിന്റെ വീട് കളന്നിട്ട് 40 ലക്ഷത്തിന്റെ വീടെന്തിനാ? ഈ ദുനിയാവിന്റെ ആഡംബരം എന്തിനാ? ഭാര്യയുടെ കഴുത്തിൽ മഹറിന്റെ മാല കൊടുത്ത ഒരു ചെറുപ്പക്കാരനെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ലാതെ നട്ടലിന് ബലമില്ലാതെ ഭാര്യയെ കൊണ്ട് റിയാലിറ്റി ഷോയിൽ മണിയർ രഹസ്യം പറയുന്ന ലോകത്തിന്റെ കവാടം തുറക്കുമ്പോ പെണ്ണുപെങ്ങളെ സന്ധ്യാസമയത്ത് കയ്യിലിരിക്കുന്ന റിമോട്ടിലൂടെ ആഭാസം കാണാനല്ല, സന്ധ്യാസമയത്തല്ലേ സൂറത്തിൽ ഉൾക്കൊള്ളേണ്ടത്, ദാരിദ്ര്യത്തെ പടയടക്കേണ്ടത്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് വാങ്ങേണ്ടത്. ആ സൂറത്തിൽ മുൽക്കിലാണ് അള്ള പറഞ്ഞത്. വല്ലടി അള്ളയാരെന്നറിയുമോ? ഈ ഇണക്കമുള്ള വേട്ടമൃഗത്തെ പോലെ
പോലെ ദലൂല എന്ന് പറഞ്ഞാൽ വേട്ട മൃഗമാണ്, പക്ഷെ അതിനെ മനുഷ്യൻ ഇണക്കിയെടുത്തതാണ്. ഭൂമിയെ കുറിച്ച് പറഞ്ഞതെന്താ? ഖുർആനും പ്രപഞ്ചവും പറയുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ഗോളത്തിന്റെ കടയാ. ഈ ഭൂമിയെ കുറിച്ച് അള്ള പറഞ്ഞ വാക്കെന്താ? ഇത് വേട്ട മൃഗമാണ്, കുതിച്ചു ചാടുന്ന, ആരെ കണ്ടാലും ആക്രമിക്കുന്ന, ഒരു മനുഷ്യന്റെ കൈവെള്ളയിൽ ഒരുങ്ങി നിൽക്കാത്ത വേട്ട മൃഗമാണ് ഭൂമി. വേട്ട മൃഗത്തെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമി. നിങ്ങൾക്ക് ഇണക്കമുള്ളതാക്കി തന്നത് ഞാനല്ലോ. എന്തിനെന്നറിയുമോ? 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 ആ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാൻ മാത്രമോ നിങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് ഉപജീവന മാർഗം നടത്താൻ, ഇത്രയും പറഞ്ഞിട്ട് അള്ള അവസാനിപ്പിക്കുന്നതെന്താ? പക്ഷേ ഈ ഭൂമിയുടെ മുകളിൽ വേട്ടമൃഗത്തെ പോലെ കുതിച്ചു ചാടുന്ന ഭൂമി, വേട്ടമൃഗത്തെ പോലെ ഇളകിച്ചാടുന്ന ഭൂമി. സഹോദരങ്ങളെ, അള്ളാഹുടെ കുതിരത്തിന്റെ കീഴിലാ ഭൂമി ഇങ്ങനെ അടങ്ങിക്കിടക്കുന്നത്. അള്ളാഹു കുതിരത്തിന്റെ പിടുത്തമെങ്ങാനും വിട്ടുകളഞ്ഞ അള്ളാഹു പറയുകയാണ് ഭൂമിയോട്, ഭൂമിയെ 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 നീ ചിതറിത്തെറിക്കുക, നീ ഇളകിയാടുക എന്ന് പറയുമ്പോ പണ്ട് സമൂഹ ഗോത്രത്തെ തകർത്തതുപോലെ, ആദിനെ തകർത്തതുപോലെ, ഇറമിനെ തകർത്തതുപോലെ ഈ ഭൂമി ഇങ്ങനെ ഇളകിയാടും. എപ്പോഴാണോ മനുഷ്യൻ അധപ്പതിക്കുന്നത്, ആദിനെ പോലെ വ്യഭിചരിക്കുന്നത്, ആദ്യ സമൂഹത്തെ പോലെ അഹങ്കരിക്കുന്നത്, സമൂദിനെ പോലെ വ്യഭിചരിക്കുന്നത്, ലൂത്തിനെ പോലെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്, ആ സമയത്താണ് അല്ല ഈ മൃഗത്തെ പോലെ ഇളകിച്ചാടുന്ന ഭൂമിയുടെ പിടിവിടുമ്പോ ആ ഭൂമി മനുഷ്യനെയും കൊണ്ട് മറന്നു പോകുമെന്ന്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, പുരാതന കാലത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹമാണ് വാമനൂലൂത്തനും വകാല ഇന്നീ മുർസലും റബ്ബിഹി. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അവർ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചവരാ. പക്ഷെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തപ്പോ പടച്ചറപ്പ് എന്ത് ചെയ്തെന്നറിയോ? ജിബ്രീലേ പറന്നിറങ്ങുക, ജിബ്രീലേ പറന്നിറങ്ങുക. ആ ജിബ്രീല് പറന്നിറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുതിരത്തിന്റെ കൈകൊണ്ട് ഭൂമിയെ താഴേക്കൊന്ന് പൊക്കിയപ്പോ ചട്ടുകം കൊണ്ട് ദോഷമൊരുക്കുന്നത് പോലെ ജിബ്രീൽ ആ ഭൂമിയുടെ അടിത്തട്ടിലൊന്ന് പിടിച്ചു മെല്ലെ ഒന്ന് പൊന്തിയപ്പോ ആ നാട്ടുകാർ മുഴുവനും അവർ ജീവിച്ചിരുന്ന ഭൂമിയോടെ ആകാശത്തിലേക്ക് പൊന്തുകയാ. ഏതുവരെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നാട്ടിലെ കോടി കരയുന്ന ശബ്ദം ആകാശത്തിലുള്ളവർ കേൾക്കുന്നത് വരെ ആ ഭൂമി അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി ദോഷം മറിക്കുന്നത് പോലെ ഒരു മറിച്ചിൽ മറിച്ചപ്പോ അവര് ചാവുകടലിൽ തകർന്ന് തരിപ്പണമായി പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമി ഇളകിത്തെറിക്കുന്നത്, ഈ കൊടുങ്കാറ്റാഞ്ഞു വീശുന്നത്, അമേരിക്കയിലെ ഒരു മണിക്കൂർ കൊണ്ട് 670 കിലോമീറ്റർ വേഗതയിൽ അടികിത്തെറിച്ച സാൻഡി കൊടുങ്കാറ്റ് അറബിക്കടലും കഴിഞ്ഞിട്ടെങ്ങാനും കടന്നു വന്ന അറബിക്കടലും കടന്നു വന്ന അല്ലാഹു സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്, ആദിനെ നശിപ്പിച്ചത്, ഇറമിനെ നശിപ്പിച്ചത്. എന്നിട്ട് ചിന്തിക്കണ്ട, അല്ലാഹുവേ ഞങ്ങളെ നശിപ്പിക്കാത്തതെന്താ? ഞങ്ങളെ നശിപ്പിക്കാത്തതെന്താ? സഹോദരങ്ങളെ, സമൂദ് ഗോത്രം അവര് 2 ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ 8 ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ സമൂദ് ഗോത്രത്തെ അല്ലാഹു പാടെ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ പ്രായപൂർത്തിയായ പെണ്ണിന് സ്വന്തം വീട്ടിലെ പ്രൈവറ്റ് റൂമിന്റെ കതകിടാറ്, സ്വന്തം റൂമില് കതകിന് കുത്തിയിടാതെ കിടന്നിറങ്ങാൻ മനസ്സില്ല. കാരണം എന്താ? നമ്മുടെ കേരളത്തിലെ പ്രായബുദ്ധിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂം കുറ്റിയിടാതെ കിടന്നിറങ്ങാ പേടിയാ. അവൾക്ക് ആരെയാ പേടിയെന്നറിയോ? അയൽപക്കത്ത് താമസിക്കുന്ന അബ്കാരി കോൺട്രാക്ടറെയല്ല, അയൽപക്കത്ത് താമസിക്കുന്ന പെൺമാണിപക്കാരനെയല്ല, അയൽപക്കത്ത് താമസിക്കുന്നവൻ ഏറ്റവും വലിയ അക്രമിയായതുകൊണ്ടല്ല. ആരെ പേടിച്ചിട്ടാ? പൊന്നുമോക്ക് കിടന്നുറങ്ങാ പേടി. 9 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായപൂർത്തി
പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂമിൽ കുട്ടിയിടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോ കേരളത്തിൽ 178 പെൺകുട്ടികൾ അവര് സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളാ. കാസർഗോഡ് ജില്ലയിൽ 6 പേരാണുള്ളത്. ആ പെങ്കൊച്ചിന്റെ കയ്യിൽ കിടക്കുന്ന പൊന്നുമോളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെ അച്ഛനാരെന്ന് ചോദിച്ച, ഇതിന്റെ ഉപ്പയാരെന്ന് ചോദിച്ച ആ പ്രിയപ്പെട്ട മണ്ണ് പറയും, എനിക്ക് ജന്മം നൽകിയവനാരോ അവനാണ് എന്റെ മകൾക്കും ജന്മം നൽകിയവനെന്ന് പറയേണ്ടി വരുന്ന അബൂജഹൽ സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ഉത്തുബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ശൈബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ഷാഫി ബാക്കർ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും പറയുകയാ, കേരളത്തിൽ വിധവകൾ കൂടുകയാ. നമ്മുടെ കേരളത്തിൽ വിധവകൾ കൂടുകയാ. ഏത് വിധവയാണെന്നറിയോ? അവൾക്ക് ഗ്രാമപഞ്ചായത്ത് വിധവാ പെൻഷൻ കൊടുക്കില്ല, അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് അവശ്യ പെൻഷൻ കിട്ടില്ല. കാരണം എന്താ? അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരേ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ അവള് വിധവയാണ്. കേരളത്തിലെ സൈബർ വിധവകൾ കൂടുകയാ. ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ വാക്ക് സൈബർ വിധവ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് പാവപ്പെട്ട ഭാര്യ കാത്തിരിക്കുമ്പോ പാതിരാ സമയത്ത് ഭാര്യ അവള് തന്റെ കിടപ്പറയിലെ മണിയറയും മുടക്കിയിട്ട് കാത്തു നിൽക്കുമ്പോ പാതിരാ സമയത്ത് മൊബൈൽ ഫോണിലൂടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോ വെയിറ്റ് ഷെഡിന്റെ ഉള്ളിലോ സ്വന്തം ഓഫീസ് റൂമിന്റെ ഉള്ളിൽ www.com ലോകത്തുള്ള പരവെണ്ണമായി പരവെണ്ണുമായി ഇന്റർനെറ്റിലൂടെ സെക്സ് നടത്തുന്ന, ഫോൺ സെക്സ് നടത്തുന്ന നൂറുകണക്കിന് ഭർത്താക്കന്മാർ ഭാര്യ കാത്തിരിക്കുകയാണ്. ഭർത്താവ് ഇന്റർനെറ്റിലൂടെ രതിസുഖത്തിലാണ്. ആ പെണ്ണ് വിധവയാണ്. ആ പെണ്ണാണ് സൈബർ വിധവ. സൈബർ ലോകം അവൾക്ക് സംഭവിച്ച വിധവാത്വത്തിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഖുർആനും പ്രബന്ധം എന്ന വിഷയം പറയുമ്പോ സമൂഹത്തെ പടച്ച അല്ലാ, അതിനെ പടച്ച അല്ലാ, എല്ലാത്തിനെയും നശിപ്പിച്ച അല്ലാ നമ്മളെ കാണുന്നില്ല എന്ന് കരുതുകയാണ്. കേരളത്തിലെ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഏത് വ്യഭിചാരമാണെന്നറിയോ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പാതിരാത്രി 12 മണിക്ക് മാംസം വിൽക്കാൻ പറ്റുന്ന പരവേശികള് ആവശ്യക്കാര് വരുമ്പോ 100 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നടത്തുന്ന വ്യഭിചാരമല്ല. കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ ബോംബെ ജൂഹു ബീച്ചിലോ റെഡ് സീറ്റിലോ നടക്കുന്ന മാംസക്കച്ചവടമല്ല. പാതിരാ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ നടത്തുന്ന വ്യഭിചാരമല്ല. ഏറ്റവും വലിയ വ്യഭിചാരം ഏതെന്നറിയോ? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ള അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലൂടെ ഫോൺ സെക്സ് വളരുകയാ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്ന മൊബൈൽ ഫോണിലൂടെയാ. പാതിരാ സമയത്ത് മൊബൈൽ ഫോൺ ചുണ്ടോട് ചേർത്ത് വെച്ച് കാതോട് ചേർത്ത് വെച്ച് അന്യ പെണ്ണുമായി ഫോണിലൂടെ രതിവൈകൃതം നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിസ്കാരത്തടമുണ്ടോ? തൊപ്പിയുണ്ട്. വേഷവിധാനമുണ്ട്. അള്ളാഹു ചോദിച്ചതുപോലെ സഹോദരങ്ങള്, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആർക്കാ പറയാൻ കഴിയുക? മൊബൈൽ ഫോണിലൂടെ പരവെണ്ണുമായിട്ട് പരകായം നടത്തുന്ന, ജബർഗരതി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, അള്ളാഹു പറഞ്ഞതുപോലെ ഞാനിത് പറയാൻ കാരണം എന്താ? പണ്ട് കാലത്ത് സമൂഹപ്പെട്ടപ്പോലെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലം പോലെ ഈ ലോകം അധപ്പതിക്കുകയാണ്. ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, പെങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു പെൺവാണിഭ നടന്നു. ആരാ? കോഴിക്കോടുകാരി അസ്മ എന്ന 35 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺവാണിഭം നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കഴിയുമോ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ. മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്. ആ വേദനയുടെ അളവെന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ
ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്രലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകളെ കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ, സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ? അള്ളാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തോട് കേൾപ്പിക്കാനാ. അള്ളാഹ് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫഅമിന അഹ്ലുൽ ഖുർആൻ അയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഖുർആന്റെ 3 ആയത്തുകൾ. അഫഅമിന അഹ്ലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും. അഫഅമിന അഹ്ലുൽ ഖുർആൻ, ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ? ഈ ഗ്രാമവാസി എന്ന് പറഞ്ഞാൽ ഈ പൗവലുകാര് നിർഭയമാവുകയാണോ? അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് എവിടെ വന്നു? ആ ഖുർആൻ തന്നെ. അഹ്ലുൽ ഖുർആൻ ഗ്രാമവാസികൾ. ഏത് അഹ്ലുൽ ഖുർആൻ? ഏത് അഹ്ലുൽ ഖുർആൻ? ഖുർആൻ സാർവജനീനമാണ്, സാർവലൗകികമാണ്. ഖുർആൻ സുസാധ്യമാണ്, സുതാര്യമാണ്, സുന്ദരമാണ്, സുവിദിതമാണ്. ആ ഖുർആൻ അഫഅമിന അഹ്ലുൽ ഖുർആൻ. ശ്രദ്ധിച്ചു കേട്ടോളി. ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാ? സമൂദിനെ നശിപ്പിച്ചതുപോലെ എന്നെ നശിപ്പിക്കൂ ഞാൻ. അവരൊക്കെ ഇച്ചിരി മാന്യതയുള്ളവരായിരുന്നു. നമ്മളെ മാന്യതയുടെ സർവ്വസീമയും കഴിഞ്ഞു. ലോകം അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് പോയി. അള്ളാഹ് ചോദിക്കുന്നു, അയ്യഅതിയഹും ബഅസുനാ ബയാത, എന്റെ ശിക്ഷ ഇറങ്ങില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടിരിക്കുക. ഏതവസ്ഥയിൽ വഹും നായിമൂൻ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ. അള്ളാഹ് കാക്കട്ടെ. അള്ളാഹ് കാക്കട്ടെ. ആമീൻ കൊണ്ടല്ലാതെ ഈ കാക്കൽ ഉണ്ടാവൂല. വേണമെങ്കിൽ ആമീൻ പറ. ഇതാരാ ചോദിക്കണേ? അള്ളയാണ്. എടാ, നീ ഉറങ്ങിക്കിടക്കുമ്പോ, നീ ഉറങ്ങിക്കിടക്കുമ്പോ നീ ഉറങ്ങിക്കിടക്കുമ്പോ അഫഅമിന അഹ്ലുൽ ഖുർആൻ അയ്യതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. പൊന്നു ചെറുപ്പക്കാരെ, ഒരു വിചിന്തനത്തിന് തയ്യാറാകെ. പൊന്നുമോനെ, നിന്നെ കാരണം ഈ ലോകം നശിക്കരുത്, നിന്നെ കാരണം ഈ നാട് നശിക്കരുത്, നിന്നെ കാരണം ഈ നാട് നശിക്കരുത്. സമൂദ് ഗോത്രം നശിക്കാൻ കാരണം വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ആ നാട്ടിലെ 9 ചെറുപ്പക്കാര് വഴിതെറ്റിയപ്പോഴാണ് സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നീ വെടക്കായ ഈ നാട് തന്നെ നശിക്കും. നീ നന്നായ അള്ളാഹു സൂര്യനെ ഉദിപ്പിക്കുന്നതും അള്ളാഹു ആകാശത്തെ നിലനിർത്തുന്നതും അള്ളാഹു ഈ പർവ്വതത്തെ ഇങ്ങനെ തുള്ളിക്കളിക്കാതെ നിർത്തിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ഈ നാട്ടിൽ നല്ല ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ആരുള്ളത് കൊണ്ട്? അല്ലാതെ പട്ടിപ്പലിശക്കാരന് വേണ്ടിയല്ല, തെമ്മാടിക്ക് വേണ്ടിയല്ല, കള്ളുകുടിയന് വേണ്ടിയല്ല. ആളുകൾ വിചാരിക്കും ഇവൻ ഇമാതിരി കുടി കുടിച്ചിട്ട് ഇവന്റെ കരൾ മാത്രം ദ്രവിക്കണില്ലല്ലോ. അത് അള്ളാഹ് പഹയനെ പന പോലെ വളർത്തും. ഇവൻ ഇമാതിരി സിനിമാക്കോട്ടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും സിനിമാക്കോട്ടെ, ഞാൻ പലപ്പോഴും പറയാണ്ട്, സിനിമാക്കോട്ടെ ഇബ്ലീസ് വരുമോ? തിയേറ്ററിൽ ശൈത്താൻ വരുമോ? ഇല്ല. കാര്യം എന്താ? അവിടെ ഉള്ള മൊത്തം ശൈത്താനാ. അപ്പൊ അതുകൊണ്ട് സിനിമാക്കോട്ട പൂട്ടുവോ? എത്രയോ തിയേറ്ററിൽ പടത്തിന് വേണ്ടി ടിക്കറ്റിന് പോയിട്ട് വഴക്കുണ്ടായി കത്തിക്കുത്തുണ്ടാക്കിയിട്ടുണ്ട്. എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഇന്നേ വരെ തിയേറ്റർ ഒരു ദിവസം പൂട്ടിയിട്ടിട്ടുണ്ട്. എത്രയോ ബാറുകളിൽ അടിയുണ്ടാക്കിയിട്ട് പള്ളക്ക് കുത്തിയിട്ടുണ്ട്. ഇന്നേ വരെ ബാർ 2 ദിവസം അടച്ചിട്ടിട്ടുണ്ട്. ഇല്ല. എന്റെ വീടിന്റെ ഒരു 2 കിലോമീറ്റർ അകലെ ഒരു കള്ളുഷാപ്പുണ്ട്. അതിന്റെ പേര് തന്നെ എട്ടടി വീരൻ. ആ കള്ളുഷാപ്പിന്റെ പേര് എട്ടടി വീരൻ. കാരണം അവിടെ നിന്ന് കുടിച്ചാ പിന്നെ 8 അടിയെ നടക്കും, 9ാമത്തെ അടിക്ക് മൗത്താവും. അതിനാണ് അതിന് അമ്മാതിരി പേര് വന്നത്. എട്ടടി വീരൻ ആ ഷാപ്പിനെ പറഞ്ഞു. അവിടെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ വരുമ്പോ ഭയങ്കര ആൾക്കൂട്ടം. നോക്കിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം. അവിടെ കള്ളു കുടിച്ചിട്ട് കത്തിക്കുത്തുണ്ടായി, ഒരാൾ ചത്തു. ഞാൻ വിചാരിച്ചു പടച്ചോനെ ഇനി ഈ ഷാപ്പ് തുറക്കൂല. പിറ്റേ ദിവസം വൈകുന്നേരം അത് തുറക്കും. കള്ള് ഷാപ്പിൽ ഇബ്ലീസ് പോകുമോ? ഇല്ല. കാരണം എന്താ? ഇബ്ലീസിന് കള്ള് ഷാപ്പ് കൂട്ടിയിട്ട് കാര്യമില്ല. ഇബ്ലീസ് കള്ള് ഷാപ്പ് തുറന്നാലല്ലേ ഇബ്ലീസിന്റെ തന്ത്രം നടക്കൂ.
സിനിമാക്കോട്ട തുറന്നാലല്ലേ ഇബ്ലീസിന് ഇവിടെ എത്താൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ പള്ളിയിൽ അടിയുണ്ടാക്കി 6 മാസം പള്ളി കൂട്ടും. പള്ളിയിൽ ഒരു അടിയുണ്ടായി, പിന്നെ തുറക്കണ RDO വരണം, 6 മാസം പൂട്ടിയിടും. കാരണം എന്താ? പള്ളിയിൽ ഇബ്ലീസ് വരും. പള്ളി പൂട്ടിയിട്ടേ ഇബ്ലീസിന് കാര്യമുള്ളൂ. കല്ല് ഷാപ്പ് പൂട്ടിയിട്ട് ഇബ്ലീസിന് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാസർഗോഡ് ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. വാതിനുണ്ടോ? ഉണ്ട്. സിനിമയ്ക്കുണ്ടോ? ഉണ്ട്. 27-ാം രാവിന് കഞ്ഞി മേടിക്കാൻ അവനുണ്ട്, പെരുന്നാളിന് ബിവറേജ് പോവാനും അവനുണ്ട്. ഈ രണ്ടും അഡ്ജസ്റ്റ് ആവൂല. രണ്ടും ലോകത്തെല്ലാ തമ്മാടിത്തരവും നടത്തും. പക്ഷെ അള്ളാഹു എന്താ നമ്മളെ ഇങ്ങനെ വിട്ടേക്കണത്? സഹോദരങ്ങളെ, കുറച്ച് സാലിഹ്യങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സൂര്യൻ, ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ നിലനിൽക്കുക. അള്ളാഹ് ഈ ദലൂൽ എന്ന് പറഞ്ഞ ഭൂമി എപ്പോ വിടണം അപ്പൊ തോന്നും. കാരണം എന്താ? സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് പർവതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുക്കലുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇടതുഭാഗത്തുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരുടെ 3 പേരുടെയും ചാരത്തുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ 4 ഖലീഫമാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ 3 ഖലീഫമാർ, അവര് 4 പേര് ഉഹദ് പർവതത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ്. ഉഹദ് പർവ്വത ചരിത്രമാണ്. ഉഹദ് അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലൊരാഗ്രഹമുണ്ട്, അല്ലാഹുവിന്റെ റസൂലും ഉഹദും എന്ന് പറയുന്ന ഒരു വിഷയം പറയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റബീഉൽ അവ്വലിന് ഉഹദ് പർവ്വതവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മാനസിക ബന്ധമെന്ന് പറയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് തൗഫീഖ് നൽകണേ തിരുദൂതരെ. സഹോദരങ്ങളെ, ഹുബ്ബിന്റെ വിഷയമാണ്, മദ്ഹിന്റെ വിഷയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് ഉഹദ് പർവ്വതം കിടന്ന് വല്ലാതെ വിറക്കാൻ തുടങ്ങി. താണ്ടാടുന്നത് പോലെ, പേ പിടിച്ചതുപോലെ ഉഹദ് പർവ്വതം കിടന്ന് ആടിത്തിമിറുക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വേച്ചുപോയി. ഉഹദ് പർവ്വതം തകരാൻ പോകുന്നുവോ, ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുവോ? ആ സമയത്താണ് തള്ളിക്കളിക്കുന്ന ഉഹദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ കാലെടുത്തിട്ട് ചവിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക. നിന്റെ മുകളിൽ നിൽക്കുന്നതാരെന്നറിയോ? വമഅക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. നിന്റെ മുകളിൽ നിൽക്കുന്നതാര്? ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും, 2 ഷഹീദുകളുമല്ലയോ, 2 ഷഹീദുകളുമല്ലയോ? ഈ സാലിഹീങ്ങളായ മഹാന്മാരുടെ പാദപതന സ്പർശനമേറ്റിട്ട് എന്തേ ഉഹദേ മിണ്ടാതെ നിൽക്കാത്തതെന്ന് തന്റെ റിസാലത്തിന്റെ കാലുകൊണ്ട് ഏത് പ്രവാചകൻ? മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ഭൂമിയിൽ ചവിട്ടിയ കാലുകളിൽ ഏറ്റവും പവിത്രമായ കാലുകൊണ്ടടിച്ചപ്പോ ഉഹദ് പർവ്വതം അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ നിലനിന്നെങ്കിൽ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ചവിട്ടിയപ്പോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചവിട്ടിയപ്പോ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നപ്പോഴാണ് ഉഹദ് പർവ്വതം തുള്ളിത്തലിക്കാതെ നിന്നുപോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, സാലിഹീങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലാഹ് കിട്ടപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസിബിയത്തും മീനൽ യതാമാറുല്ലഹു വമുഹ്മലാത്തുൻ ലിൽഫലാത്തി റുക്കഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. മഹാന്മാര് പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന എത്രയോ വൃദ്ധന്മാർ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ, എത്രയോ വൃദ്ധന്മാർ
എത്രയോ സാലിഹീങ്ങളായ വൃദ്ധന്മാര്, ആ വൃദ്ധന്മാർ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലൊരു വൃദ്ധനുണ്ടെങ്കിൽ ആ വൃദ്ധനെങ്ങാനും മരിച്ചുപോ, ആശ്വാസം മനസ്സിൽ തോന്നരുത്. ആ വൃദ്ധനുള്ളത് കൊണ്ടാണ് നിന്റെ വീട് അദാബിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു വന്ധ്യവയോധികനായ പിതാവ് മരിച്ചുപോയ ആ സമയത്ത് പേടിയോടെ ഓർക്കണം, അല്ലാഹുവേ, നിന്റെ അദാബിനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തടയുന്നൊരു മനുഷ്യനാണല്ലോ മരിച്ചുപോയത്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാന്നിധ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാന്നിധ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫഅമിന അഹ്ലുൽ ഖുറാ, ഈ സജ്ജനങ്ങളുടെ സാന്നിധ്യം കണ്ട് നിലനിൽക്കുന്ന മനുഷ്യ എന്തേ നിർഭയനായി പോയി. അയ്യതിയകുമ ബഅസുനാ ബയാതാ വഹും നായിമൂ, നീ കിടന്നുറങ്ങുമ്പോ, പാതിരാ സമയത്ത് കിടന്നുറങ്ങുമ്പോ, ആ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ വന്നിട്ടില്ല എന്ന് എങ്ങനെയാ നിനക്ക് നിർഭയമാകാൻ കഴിയുക? ഇന്ന് രാത്രി അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി കിടന്നുറങ്ങിയ നാളെ രാവിലെ കണ്ണു തുറക്കുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? തുഅമ്മലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തുഅമ്മലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നാളെ രാവിലത്തെ സൂര്യോദയം കാണുമെന്ന്, നാളെ രാവിലെ മക്കളോട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാ കരുതിയത്? പെങ്ങളെ സുപ്പിണ്ടിലേക്കൽ ഇസിക്കുമായി ഈ ലോകത്തിന്റെ സൗന്ദര്യധാമമായി ചുറ്റിക്കറങ്ങുമ്പോ പൊന്നുമോളെ ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാ കരുതിയത്? ആരാ ആസിഫ് അലി സർദാരി? ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവല്ലേ? ആരാ ബേനസീർ എന്നറിയോ? റാവൽപിണ്ടിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചാവേറാക്രമണത്തിൽ 60 കഷണങ്ങളായി ചിതറിത്തെറിച്ചു ബേനസീർ അലി ഭൂട്ടോ. ആരാ ബേനസീർ എന്നറിയോ? പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 10 ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാന്ന് എഴുതി വെച്ച് പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ. സഹോദരങ്ങളെ, 10 ദിവസം കഴിഞ്ഞ് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കൈപ്പിടിയില. ആരുടെ? ബേനസീർ അലി ഭൂട്ടോയുടെ. ആരാ ബേനസീർ എന്നറിയോ? കാസർഗോഡ് പെങ്ങള്, ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. ആരാ ബേനസീർ? കാസർഗോഡ് പെങ്ങളെ മൈലാഞ്ചി കല്യാണത്തിന് 10,000ന്റെ പർദ്ദയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി അമ്മായി അമ്മ, ഉമ്മാന്റെ ഉമ്മ, പെണ്ണിന്റെ കൊച്ചുമ്മ, കൊച്ചാപ്പ എല്ലാരും കൂടെ ഒരുങ്ങി ഒരുമാതിരി കെട്ടുകാഴ്ച. നമ്മുടെ അമ്പലത്തിലൊക്കെ പൂരക്കാഴ്ച കാണുന്നില്ലേ? അമ്മാതിരി ഒരു പൂരക്കാഴ്ച മാതിരി കല്യാണത്തിന് കെട്ടി ഒരുങ്ങിയിരിക്കൂലോ. കാസർഗോഡ് കല്യാണത്തിന് ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന പൈസയുടെ അളവെത്രയാ? പെണ്ണിനെ മാത്രം ഒരുക്ക, പെണ്ണിന്റെ ഉമ്മ എന്ത് തന്നെ പേടിപ്പിക്കും? ആളോരെ വിടൂലേ? പെണ്ണിനെ ഒരുക്കണത് പിന്നെ സഹിക്കാം. പെണ്ണിന്റെ ഉമ്മ ആ മുഖത്തെ കുടിയൊക്കെ പുട്ടിയിട്ട് നന്നായിട്ട് അടച്ച് നന്നായിട്ടൊന്ന് ഒരു 60ന്റെ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് 10-60 വയസ്സായിട്ട് കുറെ കുഴിയൊക്കെ വീണിട്ടുണ്ടാവേ, അതൊക്കെ അടിച്ച് നിരപ്പാക്കി ടാറൊക്കെ ഇട്ട് എത്താ ഒരുക്കം. എന്റെ പെങ്ങളെ ഇതൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ വെച്ചാലും ഇന്ദുരേഖയുടെ 10 ഉപ്പി തേച്ചിട്ട് ഇതൊക്കെ വളർത്തിയിട്ട് അങ്ങനെ ഇട്ടാൽ ഈ മുടി എന്താ? ഇതൊക്കെ അങ്ങോട്ട് പൊരിഞ്ഞങ്ങോട്ട് പോകാനുള്ളതല്ല പൊന്നു മോനെ. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ സ്വന്തം വിരല് കൊണ്ട് വിറപ്പിച്ച ഹ്യൂഗോ ചാവേസിന് ക്യാൻസറാ. ലോകത്ത് വിറപ്പിച്ചവനെയും ക്യാൻസർ വിറപ്പിച്ചവൻ. അല്ലാഹു ആ രോഗമുള്ളവർക്കൊക്കെ ശിഫ നൽകട്ടെ. മോനെ, ഹ്യൂഗോ ചാവേസിന് ക്യാൻസറാ. ഹരിത വിപ്ലവത്തിന്റെ, ക്യൂബൻ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഫിഡൽ കാസ്ട്രോയ്ക്കും ക്യാൻസറാ. മോനെ, ഒരു ഓവറിൽ 6 സിക്സർ പറത്തിയ നിന്റെ എല്ലാവരെയും റോൾ മോഡലായ സാക്ഷാൽ നിന്റെ യുവരാജിനും ക്യാൻസറാ. പൊന്നുപെങ്ങള് ഈർക്കിരി പോലെ സ്ലിം ബ്യൂട്ടി ആയിട്ട് കയ്യിലൊരു കോടിയുമായിട്ട് വന്ന നിന്റെ മമതയ്ക്കും ക്യാൻസറാ.
തുഅമ്മലു ഫി ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തൈശു ഇലൽ ഫജ്രി. അമിതാവേശത്തിന്റെ എന്നോട് വല്ലാത്ത ഈർഷ്യ തോന്നിയാലും പ്രശ്നമില്ല. അള്ളാന്റെ തീം പറഞ്ഞാൽ അതിന്റെ പേര് വൈരാഗ്യം തോന്നിയിട്ട് കാര്യമെന്താ? കാസർഗോഡ് ചെറുപ്പക്കാരാ, നിനക്കിത്തിരി ആർഭാടം കൂടുതലാ. കല്യാണത്തിന്റെ തലേ ദിവസം എത്ര മുഖമാ? പത്രത്തിന്റെ ഒരു പേജ് മുഴുവനും 10,000 മുടക്കി പരസ്യം ചെയ്യുമ്പോ പൊന്നുമോനെ ആ മുഖമേടെന്നറിയോ? ആ മുഖം നാളെ കിബിലക്ക് നേരെ തിരിച്ചിട്ട് മണ്ണിലോട്ട് ചേർത്ത് വെക്കേണ്ടതല്ലേ? നീ പല വിവിധ പോസ്റ്റിൽ ചെന്ന് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ എന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. സഹോദരങ്ങള്, അഹമ്മദ് കബീർ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ? ആ മുഖം എവിടെ വെക്കാനുള്ളടാ? നാളെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് 6 പേരുടെ കയ്യിലേറി കടന്നു പോകുമ്പോ ഹസിറുമേ ഫിറുമിലേ ഗേ മേരേ ദോസ്തോ ബസ് ഗയി ഏ മക്കാം ആഖരി ആഖരി हशर में फिर मिलेंगे मेरे दोस्तों. എന്റെ കൂട്ടുകാരെ, പോവുകയാണ്. കല്യാണത്തിന് ആശംസ പറഞ്ഞവന്, കല്യാണത്തിന് തിമിർത്താടിയവന്, കല്യാണത്തിന്റെ പുതിയ പ്ലാസ്റ്റിക് ഇട്ട് കാസർഗോഡ് ടൗൺ മുഴുവനും ബൈക്കിൽ ആവാസം പറഞ്ഞ് ബ്ലോക്ക് സൃഷ്ടിച്ചവന് ഞാൻ പോവുകയാണ്. കല്യാണത്തിന് ആർഭാടം നടത്തിയവനെ ഞാൻ പോവുകയാണ്. എവിടേക്കെന്നറിയോ? ഞാൻ പോവുകയാണ് പരലോകത്തേക്ക്. मुझे नहना के पगले दिए गए कफन रो चुकी है सब मिलकर माँ बाप भाई बहन. मुझे नहना के पगले दिए गए कफन. സാധാരണ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറി. സാധാരണ ഞാൻ കുളിച്ച് തല തുവർത്തി പൗഡറിട്ട് ബോഡി സ്പ്രേ അടിച്ച് ഞാൻ എന്റെ ജെല്ല് തേച്ചെന്റെ മുടി നന്നായി സ്പൈക്ക് ചെയ്ത് എത്ര സുന്ദരനായിട്ടാ ഞാൻ ഇറങ്ങുക. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ ശരീരത്തിലെ വസ്ത്രം മാറ്റി അവരെന്നെ വെള്ളത്തുണി പൊതിഞ്ഞു. ഞാനിനി പോവുകയാണ്. അള്ള പറഞ്ഞ ആയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്കല്ലേ മടങ്ങേണ്ടത്. അയ്യതിയഹും ബൗസുനാ ബയാതാ വഹും നായിമൂൻ. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ? ഒടുക്കത്തെ ഉറക്കത്തേക്ക് നീ പോവുകയല്ലേ? കണ്ണടച്ച് കിടക്കുന്ന ഉപ്പാന്റെ കണ്ണിൽ വന്ന് പൊന്നുമോ തട്ടി, ഉപ്പാ എഴുന്നേക്ക്. മക്കളെ, ഇനി ഉപ്പ കണ്ണ് തുറക്കില്ല. ഉമ്മയാണ് പറഞ്ഞത്, മക്കളെ ഉപ്പ കണ്ണടച്ചു, ഇനി ഉപ്പ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. ഇനി ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കണ്ണ് തുറക്കില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആർഭാടം നമുക്ക് വേണ്ട. ഞാൻ എന്റെ കാസർഗോഡ് ചെറുപ്പക്കാരോട് പറയുകയാണ്, മുടി ഇങ്ങനെ വല്ലാതെ സ്പൈക്ക് ചെയ്തിട്ട് ഈ ആർഭാടം നമുക്ക് വേണ്ട. അള്ളാന്റെ റസൂലിന് തീരെ ഇഷ്ടപ്പെട്ടതല്ല. അള്ള മനസ്സിന് ബോധം നൽകട്ടെ. നാളെ വകല് പറഞ്ഞില്ല, ഒരു പ്രശ്നമില്ല, എനിക്ക് അത്ര ആശ്വാസമുള്ളൂ, വീട്ടിൽ പോകല്ലോ. ഒരു വല്ലാത്ത ഒരു ട്രെൻഡ്. കാസർഗോഡ് നിന്നാണ് സർവ്വത് ഉണ്ടാകുന്നത്. പെട്ടെന്ന് വിരൽ വെച്ച് ചവിട്ടി താത്തിക്കും. ഒന്ന് താത്തിക്ക് വയ്യ. എന്നെ വാതിന് ബുക്ക് ചെയ്യാൻ വന്ന ഒരാളോട് ഞാൻ വാത് വരാൻ പറഞ്ഞു. എന്റെ റൂമിൽ കൊണ്ട് ചീപ്പ് എടുക്കുമ്പോൾ നീ നന്നായിട്ട് എഴുതി വെക്കാം, എന്നിട്ട് ഡേറ്റ് തരാം. ആളെ ഒന്നും പറയണ്ട, ഇവിടെ വെച്ചിട്ട് അവന് വേല ഉണ്ടാക്കണ്ട, പെണ്ണാട്ടാ തിരക്കാം. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല. ആരാ ബേനസീർ അലി ഫൂട്ടോ? 10 ദിവസം കഴിഞ്ഞാല് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാന്ന് പറഞ്ഞടാ. സഹോദരങ്ങളെ, ബ്യൂട്ടി ഓഫീസ് കിഴക്കിന്റെ സുന്ദരി ഡയാന രാജകുമാരി കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം പത്രമാധ്യമങ്ങൾ ഇത്രത്തോളം പറഞ്ഞിട്ടില്ല. സുന്ദരിയായ ബേനസീർ, ഗോതമ്പ് പാടത്തിലെ ഗോതമ്പ് മണിമോനെ തുടുത്ത ബേനസീർ. ആ ബേനസീർ 6:45
റാവൽപിണ്ടിയിലെ പൊതു തെരഞ്ഞെടുപ്പ് യോഗത്തിലോട്ട് കടന്നു വരുമ്പോ സഹോദരങ്ങളെ 6:45 ചാവേറാക്രമണത്തിൽ 60 കഷണമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോ 6:42 മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബേനസീർ എന്ത് ചെയ്യുകയായിരുന്നെന്നറിയോ? ബുള്ളറ്റ് പ്രൂഫിലെ കാറിൽ കടന്നുവന്ന് അസ്രായീൽ കടന്നു വരാത്ത, മരണദൂരം കടന്നു വരാത്ത ബുള്ളറ്റ് പ്രൂഫ് കാർ ഒരുക്കിയിട്ട് റാവൽപിണ്ടിയിലെ യോഗത്തിൽ വന്നിറങ്ങുമ്പോ 3 മിനിറ്റ് മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിറ്റ് വാങ്ങിച്ച് ആ സമയത്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കുന്ന ബേനസീറിന്റെ ഫോട്ടോ CNN-ഉം BBC-യും പ്രക്ഷേപണം ചെയ്യടാ. സഹോദരിമാരെ മരിക്കുന്നതിന് 3 മിനിറ്റ് സ്വന്തം ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് തേക്കുമ്പോ ആ ബേനസീർ അറിഞ്ഞില്ല 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 കഷണമായിട്ട് ചിതറിത്തെറിച്ചിട്ട് മണ്ണിലെ പുഴുക്കൾക്ക് മാറാനുള്ള ശരീരമാണെന്ന്. أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. എന്തേ ഗ്രാമവാസികളെ, നിങ്ങൾ നിർഭയമാകുന്നു, അല്ലാഹു നിങ്ങളുടെ റൂഹ് പിടിക്കില്ലെന്ന്. ഏതവസ്ഥയിൽ? വഹും യൽഅബൂൻ, നിങ്ങൾ കളിച്ചു തിരിച്ചുകൊണ്ടിരിക്കുമ്പോ. എത്ര വലിയ ആയത്താണിത്! നിങ്ങൾ കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ കളിച്ചു മതിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഞാൻ റൂഹ് പിടിക്കില്ലെന്ന് നിങ്ങൾ ആരാ കരുതിയത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രപഞ്ചം, ഭൂമിയുടെ 3 അടയാളം, ഈ പ്രപഞ്ചത്തിന്റെ നിയമം മാറുന്ന ദുഃഖിതർക്ക് വേണ്ടിയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ പറയാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. 2 ആയത്ത്. ഈ ആയത്ത് പഠിച്ചിട്ട് പൊക്കോളി. 1, നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കില്ല എന്ന് ആര് കണ്ടു? ഇതെന്തായത്? ഖുർആനാണ്. അഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ നിർഭയമാകണ്ട. ഏത് സമയത്തും അസ്രായീൽ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, നാളെ പരലോകത്ത് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, ഈ ദുനിയാവിന് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളാണ് ശദ്ദാദ്. ആ ശദ്ദാദ് തനിക്ക് കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കി. സുന്ദരമായ സുന്ദരസൂനങ്ങൾ, പൂവാടികൾ, അതിന്റെ താടയിലൂടെ കളങ്കളാരവം മുടക്കിയെടുക്കുന്ന കൊച്ചരുവികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പറഞ്ഞ അതേ സ്വർഗം ഭൂമിയിലുണ്ടാക്കി ശദ്ദാദ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ ഈ സ്വർഗം തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി നിർമ്മിച്ച സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വലത്തെ കാലെടുത്ത് സ്വർഗത്തിന്റെ ഉള്ളിൽ വെച്ചു, ഇടത്തെ കാല് സ്വർഗത്തിന്റെ വെളിയിൽ. താൻ നിർമ്മിച്ച സ്വർഗത്തിലേക്ക് 2 കാല് ചവിട്ടുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞ അസ്രായീലേ പറന്നിറങ്ങുക, റൂഹ് പിടിക്കുക. സഹോദരങ്ങളെ, താൻ കെട്ടിയുണ്ടാക്കിയ സ്വർഗത്തിൽ 2 കാല് കുത്തുന്നതിന് മുമ്പ് അസ്രായീൽ റൂഹ് പിടിച്ചു. 1 കാല് സ്വർഗത്തിന്റെ വെളിയിൽ, 1 കാല് സ്വർഗത്തിന്റെ അകത്ത്. ശദ്ദാദ് താനുണ്ടാക്കിയ സ്വർഗത്തിന്റെ മുകളിലേക്ക് പെടഞ്ഞു മരിച്ചു വീണു. ലോകം കണ്ട അഹങ്കാരിയായ ശദ്ദാദ്. അള്ള ചോദിക്കുകയാണ്, എടാ തെമ്മാടി, തെമ്മാടി എന്ന് പറഞ്ഞാല് അടുത്ത നാട്ടുകാരനെ നമ്മള് തന്നെ. നിങ്ങൾ തെമ്മാടി എന്ന് വിചാരിച്ച എന്താ വിചാരിച്ച? അടുത്ത നാട്ടുകാരനെ കുറിച്ചാണ്. അല്ല, എടാ നമ്മള് തന്നെ. നമ്മുടെ കാര്യം പറയുമ്പോ നമ്മൾ ഇങ്ങനെ നോക്കും, ഇവനെ പറയണം, ഇവനെ അല്ല. ആരെ? എന്നെ അങ്ങനെ നോക്ക. നിസ്കാരത്തടമ്പ് ഉണ്ടായിട്ട് കാര്യം, നിസ്കാരത്തടമ്പ് എല്ലാവർക്കും ഉണ്ടാവും. എന്റെ പണ്ടൊക്കെ ഇമാതിരി നിസ്കാരത്തടമ്പ് ഉണ്ടാവും. ഇപ്പൊ നോക്ക, എല്ലാവർക്കും നിസ്കാരത്തഴമ്പ്. 27-ാം രാവിലെ മാത്രം പള്ളിയിൽ കയറുന്ന നിസ്കാരത്തഴമ്പ്. അത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി ഒരു പാവറിനുണ്ട്. ആ പായിൽ സുജൂദ് ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ തഴമ്പുണ്ടാവും. സഹോദരങ്ങളെ, തഴമ്പെന്ന് പറഞ്ഞാൽ ആ തഴമ്പ് ഈ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അതെന്താ? ബാംഗ്ലൂരിൽ ഒരുമാതിരി പാവറുണ്ട്. ആ പാലിനകത്ത് സുജൂദ് ചെയ്താൽ അപ്പൊ തഴമ്പുണ്ടാവും. തഴമ്പിനൊരു കുറവില്ല. തഴമ്പല്ല, ആ തഴമ്പ് എവിടെ ഉണ്ടാവണം? ഹൃദയത്തിലിറങ്ങും. അള്ള ചോദിക്കാൻ ഒരു 4 ആയത്ത് ഓതിത്തരാം. കേക്കോ? അത് കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകി.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നല്ല സദസ്സ്, ഒരു കുഞ്ഞനങ്ങിയിട്ടില്ല ഉണ്ടാവും. ഞാനും കുറെ നാളായിരുന്നു നന്നായിട്ട് ഒരു 10-15 ദിവസം വിശ്രമമായിരുന്നു. ഇപ്പൊ വയ്യ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്, അതൊരു മൂത്തരിതായ ജുംലയാണ്, ഇതിൽ പെട്ടതല്ല. ചുമയുണ്ടെന്നാലും പറയുക. ഏറ്റ പരിപാടി ക്യാൻസലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ആരോഗ്യമില്ല, ക്യാൻസലാക്കി അതിനേക്കാളും വലിയ അതാവും. പറയാൻ പറ്റാത്തടത്ത് പരുവന്നമായി ഒന്നും ചെയ്യാൻ പറ്റും. ഖുർആനാണ് ഞാൻ ഓതുന്ന മുഴുവൻ ഖുർആനാണ്. അള്ളാഹു ഹൃദയത്തിൽ ഇറക്കി തരട്ടെ, ഹൃദയത്തിൽ ഇറക്കി തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വന്ന്, നബിയെ, നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. എന്റെ മനസ്സൊന്ന് നന്നാവാൻ, നാളെ മുതൽ 5 വഖത്ത് നിസ്കാരം നന്നായിട്ട് നിർവഹിക്കാൻ എനിക്കൊരു സതുപദേശം പറഞ്ഞതാ നബിയെ, ഒരു ദിക്ർ പറഞ്ഞതാ നബിയെ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അഹമ്മദ് കബീർ ഉസ്താദിന്റെ വേല കേട്ടിട്ട് നാളെ മുതൽ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നിന്നിറങ്ങിയാൽ സർവ്വതും മറന്നുപോകും. ഇവിടെ നിന്നിറങ്ങിയാ മനസ്സിനെല്ലാം മറന്നുപോകും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന സഹാബിയോട് അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്താ? ഓ പൊന്നുമോനെ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? ചെയ്യുന്നതെല്ലാം പടച്ചറപ്പിന് വേണ്ടി ചെയ്യ്. നാളെ നീ മരിക്കുമെന്ന് മനസ്സിലുറപ്പിക്ക്. നാളെ ഞാൻ മരിക്കുമെന്ന് മനസ്സിലുറപ്പിക്ക്. ഇന്നെന്റെ അവസാനത്തെ വഴലാണ്. സഹോദരങ്ങള്, നാളെ പൗവൽ ജുമാ മസ്ജിദിന്റെ മുമ്പിൽ നടക്കുന്ന വൈറ്റ് മൂണിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നടത്തുന്ന വഴലില് അഹമ്മദ് കബീർ ബാക്കവിയുടെ 2ാം ദിവസമാ. ഭൂമിയുടെ ഖുർആൻ പറഞ്ഞ 3 പ്രത്യേകത. അവസരക്ക് വേണ്ടി ഭൂമിയുടെ നിയമങ്ങൾ മാറിയ ചരിത്രത്തിന്റെ പ്രസിദ്ധമായ കഥ ഇതൊക്കെ കേൾക്കാൻ നാളെ നിങ്ങൾ 8 മണിക്ക് വൈറ്റ് മൂൺ ക്ലബിന്റെ ഈ സുന്ദരമായ സ്കൂൾ മൈതാനത്ത് വഴൽ കേൾക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകും. പക്ഷേ വഴല് പറയാൻ ഈ സ്റ്റേജിന് നിങ്ങളുടെ മുമ്പിൽ അഹമ്മദ് കബീർ ഉണ്ടാവില്ലെന്ന് കരുതുക. നാളെ വഴല് കേൾക്കാൻ ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. പക്ഷേ നാളെ വഴല് പറയാൻ അഹമ്മദ് കബീർ ഉണ്ടാവില്ല. ഇതവന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുക്കത്തെ വേളാണെന്ന് കരുതുക. എന്നാൽ നിനക്ക് നാളത്തെ സുബഹി ഏറ്റവും നന്നാവലിന്റെ സുബഹിയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ നാളെയാണ് എന്റെ വീടിന്റെ മുറ്റത്ത് നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നത്. നാളെയാണ് ഫഖൽഫി കരീമാതുൻ അലയ്യ ബവാഖിയ വഫീഹിന്ന ഉമ്മി ശകീകി ബൈതുറതി ينادون خلف العيش من لا يجيبهم وقربك في الدنيا سريع الإجابة. നാളെയാണ് എന്റെ ഭാര്യയും മക്കളും എന്റെ തൊട്ടുപുറകിൽ നിന്നിട്ട് ഉപ്പാന്ന് വിളിക്കുന്നത്. ഓടി പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത മോനോട് മറുപടി പറയാൻ കഴിയാതെ മലന്ന് കിടക്കുന്നത് നാളത്തെ ദിവസമാണെന്ന് കരുതുക. നിന്റെ ജീവിതം നന്നാകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. നാളെ മരിക്കുമെന്ന് കരുതണം. മരിക്കുമെന്ന് ആര് മരിക്കും? അല്ലോ അയലോക്കങ്കാരൻ മരിക്കുന്നു. അവനവൻ ദിക്റുൽ മൗത്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവനവൻ മരിക്കുന്നു ചിന്തിക്കലാണ്. അള്ളാഹുവേ, നാളെ ഞാൻ മരിക്കും, അതോ പടച്ചോൻ ഇവൻ മരിക്കൂലെന്നില്ല, എന്റെ അയലോക്കങ്കാരൻ മരിച്ചല്ലോ എന്നല്ല, ഞാൻ മരിക്കുമെന്ന് കരുതുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കൂന്ന് കരുതൂ. ശരി, നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയേ ഹൽ യുഹ്ശറുന്നാസു മഅ ശുഹദാ, നാളെ പരലോകത്ത് ആർക്കെങ്കിലും ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ നബിയേ? ഹംദത്തുൽ ഖറാറിന്റെ, അബ്ദുല്ലാഹിബ്നു ജമൂഹിന്റെ, സയ്യിദ് ഇബ്നു ഹാരിസയുടെ, ഉമർ മുഖ്താറിന്റെ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ, ഉമർ തൽവസാരിയുടെ, അബ്ദുൽ ഖാദിർ ജസായിരിയുടെ, ഇറാഖിന്റെ മണ്ണിൽ പൊരുതി മരിക്കുന്ന ആയിരക്കണക്കിന് ഇറാഖികളുടെ, അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ ആയിരക്കണക്കിന് നെഞ്ചു വിരിച്ചു മടക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ, പാവപ്പെട്ട ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ മുമ്പിൽ ആർക്കെങ്കിലും കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅമദേ കിട്ടും. ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഷഹീദ് എന്ന് പറഞ്ഞ ഒരു തുള്ളി രക്തം താഴെ വീണ സർവ്വ പാപവും പൊറുക്കപ്പെടും. ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കട്ടെ, പറയട്ടെ. ഷഹീദിന്റെ പ്രതിഫലം വേണം ആർക്കില്ല? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിഫലം വേണോ? വേണോ? വേണ്ടവരൊക്കെ ഒന്ന് കൈവെക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കൈയുള്ളവരൊക്കെ പോക്കി, താത്തയിൽ ഉറക്കം പോയില്ലേ? ഷഹീദിന്റെ പ്രതിഫലം പറഞ്ഞല്ലേ? ചെയ്യുവോ? ഉറപ്പാണല്ലേ? പൈസ പിരിവിനൊന്നുമല്ല, പൈസ കൊടുക്കണ്ട, മൂളാൻ മടിക്കണ്ട. ആളുകൾ വിചാരിക്കും പൈസയുടെ കാര്യം. നല്ല പേടിക്കണ്ട, പൈസയുടെ കാര്യത്തിലല്ലേ ലാസ്റ്റ് വന്നാൽ മതി. അതിനല്ല, നിങ്ങൾ അതോർത്തിട്ട് പേടിക്കാതെ. എന്താ ഇത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞിട്ട് ചെയ്യൂല? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മൻ യദ്കുറു മൗതഹു ലൈലൻ വനഹാറൻ 20 മറ, ഒരു ദിവസം രാത്രിയിലും പകലിലുമായി 20 പ്രാവശ്യം ആരാണോ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത്, അവന് നാളെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവന് ഷഹീദിന്റെ പ്രതിഫലം ചെയ്യൂ. ശരി, നാളെ ചെയ്യൂല, പറ്റൂല. ഞാനിത് പരവങ്ങാനത്ത് പറഞ്ഞു കൊടുത്തോ, ഒന്ന് പറഞ്ഞു കൊടുത്തോ. എല്ലാ സദസ്സിനും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു വലിയ നസീഹത്താ. ഞാൻ മലപ്പുറത്ത് 25,000 പേര് കൂടിയ സദസ്സിൽ ആദ്യത്തെ ദിവസം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെ നാളെ വരുമ്പോ ചോദിക്കും. പിറ്റേ ദിവസം വന്നപ്പോ ഞാൻ ചോദിച്ചു, ഇന്നലെ മുതൽ ഈ സമയം വരെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർത്തവർ എത്ര പേരുണ്ട്? 3 പേര് കൈവക്കി. 25,000 പേര്. കഴിയൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവിടുന്ന് പോയിട്ട് 20 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിക്കും 1, ഞാൻ മരിക്കും 2, ഞാൻ മരിക്കും 3, ഞാൻ മരിക്കും 4, ഞാൻ മരിക്കും 5. അതല്ല, പിന്നെയോ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോ, കച്ചവടം നടത്തുമ്പോ, ഹറാമിലോട്ട് നോക്കാൻ പോകുമ്പോ, സിനിമാ പോസ്റ്റർ കാണുമ്പോ, സീരിയലിന്റെ സമയം, സീരിയലിന്റെ സമയമാകുമ്പോ, 7 മണിയാകുമ്പോ, 7:30 ആകുമ്പോ, 8 മണിയാകുമ്പോ, 8:30 ആകുമ്പോ, ബബിൾക്കം വലിച്ചു വിട്ട മാതിരി 10:30 വരെ ഇങ്ങനെ സാധനം വരുമ്പോ, ആ സാധനം മുമ്പിൽ വരുമ്പോ പടച്ചോനെ ഞാൻ മരിക്കും, നാളെ ഇതേപോലെ ഖബറിൽ കിടക്കേണ്ടതാണ്, നാളെ ഇതേപോലെ ഖബറിൽ കിടക്കേണ്ടതാണ്. ആരുടെ കഥയാ പറയേണ്ടത്? സഹാബത്തിന്റെ കഥയല്ല സഹോദരങ്ങളെ. മലപ്പുറം ജില്ലയിലെ കാളികാവിലുണ്ടായിരുന്നൊരു മനുഷ്യന്, ആ മനുഷ്യനാരെന്നറിയോ? സ്വന്തം കൈകൾ കൊണ്ട് കബറ് കുഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും സ്വന്തം കബറിന്റെ അടുക്കൽ വന്നിട്ട് യാസീനോദി ദുആ ചെയ്യും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നാളെ ഞാൻ ഈ കബറിൽ കിടക്കേണ്ടവനാണ്, എന്റെ കബറ് നീ വിശാലമാക്കണേ അല്ലാ. ആരാ? മരിച്ചുപോയ വേറൊരുത്തിന് വേണ്ടിയല്ല, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയല്ല, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയല്ല, അവനവന് വേണ്ടി സ്വന്തം കബറ് കുടിച്ചിട്ടുണ്ട്. ആ കബറിന്റെ ചാരത്ത് വന്നിട്ട് രാവിലെയും വൈകുന്നേരവും സ്വന്തം കബറിന്റെ ചാരത്ത് ദുആ ചെയ്ത മനുഷ്യൻ മലപ്പുറം ജില്ലയിലെ കാളികാവില് ജീവിച്ചിരുന്നിട്ടുണ്ട്. കഴിയണം സഹോദരങ്ങളെ, കഴിയണം സഹോദരങ്ങളെ. അല്ലാഹ് പറയുന്നു, ഈ ഭൂമി എന്നും നിനക്കിങ്ങനെ വിരിപ്പാക്കി തരില്ല, ഈ ആകാശം എന്നും ഇങ്ങനെ തണലിട്ട് തരില്ല. വൈലൈഹിൻ നുശൂർ, നീ എന്നിലേക്ക് മടക്കപ്പെടുമടാ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അല്ലാഹ് ചോദിക്കുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി.
അസ്രായീൽ റൂഹ് പിടിക്കുകയാണ്. അസ്രായീൽ റൂഹ് പിടിക്കുകയാണ്. സഹോദരങ്ങളെ, മരണം ഒരത്ഭുതമാണ്, മരണം ഒരത്ഭുതമാണ്. ജലാലാമല്ലാ, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുതിരത്തല്ലേ, മരിച്ചാൽ ജനിച്ചാൽ മരണമില്ലേ. പണ്ട് ഉമ്മ പാടിത്തുന്ന വാക്കുകളാണ്. ഉമ്മയുടെ വാക്കുകൾ എത്രയോ വലിയ ഈരടികളാണ്. ജലാലാമല്ലാ, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുതിരത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ജനിച്ചാൽ ഒരു ദിവസം മരണമുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ മുമ്പിൽ പോയപ്പോ അള്ള ചോദിച്ചു, മൂസ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദന നിനക്കെങ്ങനെയാ? ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ജീവനുള്ള ഒരാടിന് പച്ചക്ക് തൊലിയിരിക്കുമ്പോ എന്ത് വേദനയാണോ ആ വേദനയാണ് എന്റെ സക്കറാത്തിന്റെ വേദനയെന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. പൊന്നു ചെറുപ്പക്കാരെ, പൊന്നു സഹോദരിമാരെ, ആരാ പറയുന്നത്? ഈ ഭൂമിയിൽ കാല് ചവിട്ടിയവരിൽ അഞ്ചാമത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. ആ മൂസാ നബിയോട് മരണവേദനയുടെ കാഠിന്യം ചോദിച്ചപ്പോ ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവനുള്ള പച്ചയാടിന് ജീവനോടെ തൊലിയിരിക്കുമ്പോ ഏതവസ്ഥയാണ് അതേ അവസ്ഥയാണ് മരണസമയത്തിന്റെ അവസ്ഥയെന്ന് മൂസാ നബി പറഞ്ഞെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കണ്ടപ്പോഴല്ലേ ആയിഷാ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കണ്ടപ്പോ മരണവേദന വല്ലാത്ത വേദനയാന്ന് എനിക്ക് മനസ്സിലായത് അള്ളാന്റെ റസൂലിന്റെ നിലവിളി കേട്ടപ്പോഴാണെന്ന് ബഹുമാനപ്പെട്ട ബീബി ആയിഷ. എന്ത് ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? ആരാ നബിതങ്ങള്? ഈ ലോകത്തെ ഏറ്റവും മൃദുലമായി റൂഹ് പിടിക്കപ്പെട്ട മനുഷ്യൻ, ഏറ്റവും മൃദുലമായി റൂഹ് പിടിക്കപ്പെട്ട മനുഷ്യന് നമ്മുടെ റൂഹിനെ അസ്രായീൽ പിടിക്കുന്നത് എങ്ങനെയാ? വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ والسابقات سبقا والنازعات غرقا والنازعات غرقا والنازعات غرقا والناشطات نشطا. മുള്ളിട്ട് കമ്പിളിയുടെ വസ്ത്രം മുള്ളിട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ വന്നാസിയാതി ഗർഖാ. മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ സഹോദരങ്ങളെ ഏറെ പറയുന്നില്ല ഞാൻ, അനാരോഗ്യം വകവെക്കാറ് ഈ പഠിച്ചുകൂടിയ ജനസഞ്ചയത്തോട് ഞാൻ പറഞ്ഞതെന്താ, ഇന്ന് വാല് കഴിയുമ്പോ നാളെ ഒരു പുതിയ മനുഷ്യനുണ്ടാകണം. സുഹൃത്ത് ഷാഫി ബാക്കവി പറഞ്ഞതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആസ്വാദനമല്ല, അഭിവാദനമല്ല, അഭിവാചയല്ല, അഭിലാഷമല്ല, അനുഗ്രഹമല്ല, ആരവമല്ല, ആതുരമ്പുന്ന ഏറ്റവും വലിയ തക്ബീറല്ല. ഈ സദസ്സ് കഴിഞ്ഞിറങ്ങുമ്പോ അല്ലാഹുവേ നാളെ മുതൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കാൻ കഴിയണം, ഒരു പുതിയ മനുഷ്യൻ ജനിക്കാൻ കഴിയണം. കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് ഒരു മനുഷ്യൻ എന്നെ കാണാൻ പള്ളിയിൽ വന്നു. സഹോദരങ്ങളെ, 45 വയസ്സുള്ള കരിവീറ്റി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാ. വാതിന് തുറന്നയാളെ കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചു പോയി. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാലിലേക്ക് പിടിച്ചിട്ട് ഉസ്താദേ ദുആ ചെയ്യണേ, പെട്ടെന്ന് ഞാൻ നമ്പരെന്ന് പോയി. അതിനേക്കാൾ പേടിച്ചു പോയി ആ മനുഷ്യന്റെ രൂപം കണ്ടപ്പോ. അയാൾ എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 46 വയസ്സായി, ഇതേവരെ കഞ്ചാവ് വിറ്റിട്ടുണ്ട്, കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, കള്ള് വിട്ടിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. 46 വർഷത്തിന്റെ ഇടയിൽ നന്മയുടെ ഒരു കാര്യം ചെയ്തിട്ടില്ല, പള്ളിയിൽ കയറിയിട്ടില്ല. എന്റെ സ്വന്തം ഭാര്യ ഞാൻ എന്റെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തവനാ. ഉസ്താദേ ആരോടും പറയരുതേ, പ്രസംഗത്തിന് പറയരുതേ, പേര് പറയല്ല ഉസ്താദേ. എന്റെ
എന്റെ സ്വന്തം മകളോട് പോലും അരുതായ്മ ചെയ്തവനാണ് ഞാൻ. 3 മാസം മുമ്പാണ് ലോകാവസാനത്തിന്റെ കാസറ്റ് കേട്ടത്. ഉസ്താദേ, 3 മാസം കൊണ്ട് പള്ളിക്കകത്തുണ്ട്. എന്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടായി. എന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ, 46 വർഷം ഞാൻ ചെയ്ത പാപം പുറത്തു തരാൻ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണേ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആര് പേപ്പറിൽ എഴുതിയാലെന്താ, ആരെന്തൊക്കെ പറഞ്ഞാലെന്താ? കേരളത്തിൽ ഈ വഴല് കേട്ടിട്ട് മാറിയ 10,000-കണക്കിന് ആളുകള്, 10,000-കണക്കിന് ചെറുപ്പക്കാര് ഒരാളുടെ കഥയാ ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 6 മണിയാകുമ്പോ കൊല്ലത്ത് കാരാളികോണത്തുള്ള എന്റെ വീട്ടില് ഒരു ഏറ്റവും വലിയ ബെൻസിന്റെ കാറ് വന്നു നിന്നു. അവിടെ നിന്ന് ചുപ്പയിട്ടൊരു മനുഷ്യനിറങ്ങി വന്നു. പള്ളിയിലോട്ട് പോകാൻ തിടുക്കത്തിലിരിക്കുമ്പോ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഡേറ്റിന് വന്നതല്ല. എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്, പള്ളിയിൽ പോകാൻ സമയമായി. ഉസ്താദേ, ഡേറ്റിന് വന്നതല്ല. എന്താണ് ചോദിച്ചപ്പോ, ഉസ്താദേ, കാലം തന്നെയാണ് സത്യമെന്ന കാസറ്റില് ഒരു ഹാഫിളായ 12 വയസ്സുള്ള മകൻ ഉമ്മ മരിച്ചിട്ട് കബറിന്റെ അടുക്കൽ പോയി 25 മിനിറ്റ് കൊണ്ടൊരു ജുസു ഖുർആൻ ഓതിയിട്ട് ഉമ്മാന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്ത കഥ പറഞ്ഞല്ലോ. ഒരു ഹാഫിളിന്റെ പ്രതിഫലം പറഞ്ഞല്ലോ. ഉസ്താദേ, ഞാനും എന്റെ ഭാര്യയും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് കാസറ്റ് കേട്ടത്. 6666 ആയത്ത് പിടിച്ച ഹാഫിളിന്റെ കഥ കേട്ടപ്പോ ഉസ്താദേ, എന്റെ ഭാര്യ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 2 പേര് പൊട്ടിക്കരഞ്ഞു പോയി. കാസറ്റിലൊരു പ്രസംഗം കേട്ടിട്ട് കിടക്കാൻ കിടന്ന ഭാര്യ ഭർത്താവും പൊട്ടിക്കരഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു, ഉസ്താദേ, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ തരാം, നിങ്ങളുടെ സമ്പത്തിന്റെ പകുതി എടുക്കണം. നമുക്ക് സ്വന്തമായി ഒരു ഹിഫ്ളുൽ ഖുർആന്റെ കോളേജ് തുടങ്ങണം. അതിന്റെ പൂർണ്ണ കെട്ടിടത്തിന്റെ ചെലവ് നമ്മൾ എടുക്കണം. പൂർണ്ണമായ ചെലവ് നമ്മൾ എടുക്കണം. ഉസ്താദിനോട് ഈ കാര്യം സംസാരിക്കാതെ വന്നത് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ MD അബ്ദുള്ള സാഹിബ്. അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. സഹോദരങ്ങളെ, എന്തിനെന്നറിയോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, തൊണ്ടക്കുടിയിൽ റൂഹത്ത് നിൽക്കുമ്പോ ആ സമയത്ത് അസ്റായീൽ കമ്പിളി പുതപ്പ് മുള്ളിട്ട് വലിക്കുന്നത് പോലെ കടത്തിക്കൊണ്ടു പോകുമ്പോ അള്ളാഹു നമ്മുടെ സക്കറാത്തിന്റെ വേദന അള്ളാഹു ഏകീകരിച്ച് നൽകുമാറാകട്ടെ.